राम राम हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण राम राम हरे 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 कृष्ण कृष्ण हरे हरे. സ്വാഗതം പറയുന്നതിന് വേണ്ടി നമ്മുടെ പുതിയടത്ത് ശാഖാ സമിതിയുടെ പ്രസിഡന്റ് ശ്രീ അരുൺകുമാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാന്യ അധ്യക്ഷൻ, കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ജില്ലാ അധ്യക്ഷൻ പ്രൊഫസർ രാഘവൻ നായർ സാർ, വേദിയിലും സദസ്സിലുമുള്ള ആദരണീയരായ വ്യക്തിത്വങ്ങളെ, എത്രയും സ്നേഹം നിറഞ്ഞ സജ്ജനങ്ങളെ, കഴിഞ്ഞ 9 ദിവസമായി അക്ഷരാർത്ഥത്തിൽ ഈ ഗ്രാമത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തെ വീണ്ടെടുക്കുന്നതിനായി അപർണോത്സവം എന്ന പേരിൽ പുതിയടത്ത് ശ്രീ പാർവതി ദേവിയുടെ പ്രതിഷ്ഠാ ഉത്സവത്തെ മാറ്റുവാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. അപർണോത്സവം എന്നുള്ളത് ഒരു തിരുത്താണ്. ഉത്സവങ്ങൾ എന്ന് കേൾക്കുമ്പോൾ സാമാന്യമായി നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകളിൽ നിന്നും വിഭിന്നമായി അപർണോത്സവം സൃഷ്ടിക്കണമെന്ന് ബോധപൂർവം ഞങ്ങൾ തീരുമാനിച്ചതാണ്. ഉത്സവ കോലാഹലങ്ങളിൽ നിന്നും മാറി പൂർവികർ നമുക്ക് ഉത്സവങ്ങൾ സമ്മാനിച്ചത് സമാജത്തെ ചേർത്ത് നിർത്താനായിരുന്നു, കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ കൂട്ടിയോജിപ്പിക്കേണ്ട ഉത്സവങ്ങൾ നമ്മളെ ഭിന്നിപ്പിക്കുവാനും തമ്മിലടിക്കുവാനും വ്യക്തിവിരോധം തീർക്കുന്ന കേന്ദ്രങ്ങളാക്കി മാറ്റുവാനുമുള്ള ശ്രമം നടന്നപ്പോൾ ആ ശ്രമത്തിനെതിരെയുള്ള ഒരു തിരുത്തായിട്ടാണ് അപർണോത്സവം ആഘോഷിക്കണമെന്ന് തീരുമാനിച്ചത്. പ്രതിഷ്ഠാ ഉത്സവത്തെ വേണമെങ്കിൽ ഒരു സാധാരണ പ്രതിഷ്ഠാ ദിനം പോലെ നടത്തി അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷേ കഴിഞ്ഞ 9 ദിവസമായി ഈ വേദിയിൽ നമ്മുടെ പാരമ്പര്യത്തെ തിരിച്ചു കൊണ്ടുവരുന്നതിന്, നമ്മുടെ സംസ്കൃതിയെ തിരിച്ചു കൊണ്ടുവരുന്നതിന്, നവോത്ഥാന മൂല്യങ്ങൾ എന്താണ് എന്ന് പഠിപ്പിക്കുന്നതിന്, ഋഷിപ്രോക്തമായി നമുക്ക് കിട്ടിയിരിക്കുന്ന ആചാര പാരമ്പര്യം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും സാധിച്ചിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. കേട്ടത് ചിലപ്പോൾ 1000 പേരായിരിക്കും, 500 പേരെ അത് ഉൾക്കൊണ്ടുണ്ടാവും, 100 പേര് അത് മനസ്സിൽ സ്വീകരിച്ചിട്ടുണ്ടാവും. പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ പോലും ഈ അപർണോത്സവം വിജയമാണ് എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് പറയാൻ കഴിയും. പൂജനീയ ഡോക്ടർജി പറഞ്ഞിട്ടുണ്ട്, ഒരു ഗ്രാമത്തിൽ 1% സ്വയം സേവർ മതിയെന്ന്. അങ്ങനെ 1% സ്വയം സേവരെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അപർണോത്സവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുഴുവൻ സമാജത്തെയും സൃഷ്ടിച്ച് പരമമായ വൈഭവത്തിലേക്ക് എത്തണം എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമാണെങ്കിലും 1% സ്വയം സേവനിലൂടെ ഗ്രാമത്തെ പരിവർത്തനം ചെയ്യാൻ കഴിയുമെന്ന് മഹാനായ വ്യക്തിത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മൂല്യമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപർണോത്സവം അത്തരം വ്യക്തികളെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. സമാധാനമായി സഹോദര്യത്തോടുകൂടി ഈ വേദിയിൽ വന്ന് നമ്മുടെ സായം സന്ധികളെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ കേന്ദ്രമാക്കി മാറ്റാനുള്ള ശ്രമം അപർണോത്സവം നടത്തി. അതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാമാന്യേനയുള്ള ഉത്സവങ്ങളിൽ നിന്നും ഒരു തിരുത്തായിട്ട് അപർണോത്സവത്തെ കാണണമെന്ന്. ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു സന്തോഷം അനുഭവിക്കുന്നുണ്ട്. ഒരുപക്ഷെ എനിക്ക് മാത്രമായിരിക്കില്ല. ഈ വേദിക്ക് പരിസര പ്രദേശങ്ങളിൽ കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് നിതാന്തം പരിശ്രമിക്കുന്ന ഒരു കൂട്ടമുണ്ട്, ഒരു സംഘമുണ്ട്. അവരുടെ എല്ലാ മനസ്സിൽ ഈ സന്തോഷം ഉണ്ടാവും. ഞാനൊരു പ്രതിനിധി മാത്രമാണ്, അവരുടെ ഒരു പ്രതിനിധിയാണ്. അവരുടെ എല്ലാ മനസ്സിൽ നിങ്ങൾക്ക് സന്തോഷം ദർശിക്കാൻ സാധിക്കും. ഈ ക്ഷേത്രത്തിൻ്റെ താന്ത്രിക വിദ്യ നടത്തുന്ന തന്ത്രിമാരോടൊപ്പം പണിയെടുക്കുന്ന സമിതിയുടെ പ്രവർത്തക അംഗം മുതൽ അങ്ങ് അടുക്കളയിൽ കരിയുടെയും പുകയുടെയും ഇടയിൽ പണിയെടുക്കുന്ന വ്യക്തിക്ക് വരെ സന്തോഷമുണ്ടാവും. ഞങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന ഈ ബാഡ്ജിൽ എല്ലാവരുടെയും ബാഡ്ജിൽ എഴുതിയിരിക്കുന്നത് കാര്യകർത്താവെന്നാണ്, കാര്യങ്ങൾ ചെയ്യുന്നവർ എന്നാണ്. ക്ഷേത്രത്തിൻ്റെ പൂജാരി അടുത്ത് നിൽക്കുന്ന ആൾ മുതൽ ശൗചാലയം വൃത്തിയാക്കുന്ന വ്യക്തി വരെ ഞങ്ങൾക്ക് കാര്യകർത്താവാണ്. നിങ്ങൾ ഞങ്ങളുടെ നോട്ടീസ് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും, അതിലൊരാളുടെയും പേരുണ്ടാവില്ല. ഞങ്ങളൊരിക്കലും പേര് വരാൻ വേണ്ടിയല്ല ഈ പ്രവർത്തനം ചെയ്തത്. സമാജത്തെ സംഘടിപ്പിച്ച് കൂട്ടായ ഒരു പരിശ്രമം സൃഷ്ടിച്ച് ഈ ഗ്രാമത്തെ സമ്പൂർണ്ണ ഗ്രാമമാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അപർണോത്സവം ഇവിടം കൊണ്ട് അവസാനിക്കില്ല, തുടർന്നുകൊണ്ടേയിരിക്കും. 2047 സ്വതന്ത്ര ഭാരതം 100 വർഷം പിന്നിടുകയാണ്. രാഷ്ട്രം സ്വാതന്ത്ര്യമായി 100 വർഷം പിന്നിടുമ്പോൾ ഈ രാഷ്ട്രത്തെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റും എന്നുള്ളതാണ് നമ്മുടെ ഭരണാധികാരികളുടെ ലക്ഷ്യം. തീർച്ചയായും അതിനുള്ള പ്രവർത്തനങ്ങൾ ഭരണ നേതൃത്വത്തിൽ നിന്നും നടക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഒരു രാഷ്ട്രം സമ്പൂർണ്ണ രാഷ്ട്രമായി മാറുന്നത്? വ്യക്തിയിലൂടെ കുടുംബം, സമാജം, രാഷ്ട്രം, ഇങ്ങനെ മാത്രമേ പരിവർത്തനം ഉണ്ടാകുകയുള്ളൂ. സ്വച്ഛ ഭാരതമെന്ന് നമ്മുടെ ആദരണീയ പ്രധാനമന്ത്രി അവിടെ ഇരുന്ന് പറഞ്ഞാൽ സ്വച്ഛ ഭാരതമാകില്ല. നമ്മൾ ഓരോരുത്തരും സ്വച്ഛ ഭാരതത്തിന് വേണ്ടി പരിശ്രമിക്കണം. നിങ്ങൾക്കറിയാം, ഇവിടെ ഈ പരിസര പ്രദേശങ്ങളിൽ ഒരു വേസ്റ്റ് വീഴാതെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ അതിലൂടെ കൊടുക്കുന്നൊരു സന്ദേശമുണ്ട്. ഇവിടെ എല്ലാം വ്യവസ്ഥാപിതമായി നടത്താൻ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതിലൂടെ സമാജത്തിന് കൊടുക്കുന്നൊരു സന്ദേശമുണ്ട്. ഇതാണ് അപർണോത്സവത്തിൻ്റെ സന്ദേശം. ആ സന്ദേശം ഇനി തുടർന്നുകൊണ്ടിരിക്കും. 2047 ആകുമ്പോൾ അപർണോത്സവം 2047 ഒരു സ്വാവലംബിയായ സമ്പൂർണമായ ഒരു ഗ്രാമത്തെ സൃഷ്ടിക്കാൻ സാധിക്കും എന്നുള്ള സ്വപ്നമാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതിനുവേണ്ടി രാഷ്ട്രീയ സ്വയംസേവക സംഘം അതിൻ്റെ 100-ാം വർഷം പറയുന്ന പഞ്ചപരിവർത്തന പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. അതിലാദ്യത്തേത് കുടുംബ പ്രബോധനം എന്നുള്ളതാണ്. കുടുംബങ്ങൾ ശാക്തീകരിക്കപ്പെടണം. നമ്മുടെ കുടുംബങ്ങളിൽ കൂട്ടായ ഒരു മുന്നേറ്റമുണ്ട്. ഇന്ന് കുടുംബങ്ങളിൽ പോലും വേർതിരിവാണ്. ഞാൻ ഈ ബിൽഡിംഗ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഡ്രോയിങ് ഒക്കെ വരയ്ക്കാൻ വരുന്ന ആൾക്കാർ പറയാറുണ്ട്, ഇന്ന മുറിയിലേക്ക് പോകുമ്പോൾ ഈ മുറിയുടെ വാതിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റരുതെന്ന്. അവിടെ അമ്മ കിടക്കുന്ന റൂമായിരിക്കും, ഞങ്ങൾക്ക് ഇതിലേക്കൂടെ അതിൽ വീടിനുള്ളിൽ തന്നെ പ്രൈവസിയായി. പണ്ട് അണുകുടുംബങ്ങളായി ഇപ്പോൾ വീടിനുള്ളിൽ തന്നെ വ്യക്തികളിലേക്ക് ചുരുങ്ങുന്നൊരവസ്ഥ വരുന്നു. ദയനീയമായ അവസ്ഥയാണ്. അതുകൊണ്ട് കുടുംബങ്ങൾ ശാക്തീകരിക്കപ്പെടണം. അതിനാണ് സംഘം പറയുന്നത് കുടുംബ പ്രബോധൻ എന്നുള്ള ആശയം. 2 പര്യാവരണം എന്നുള്ളതാണ്. പ്രകൃതി ബോധം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഞങ്ങൾ ഒരു പ്ലാസ്റ്റിക് ഉൽപ്പന്നവും തറയെ വീഴാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കാറുണ്ട്. അതിനുവേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന 2 കാര്യകർത്താക്കളുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഈ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുമാണ്. നമ്മുടെ പുരാണങ്ങളിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ മഴയും ഇടിയുമൊക്കെ ഉണ്ടായ സമയത്ത് ഗോവർദ്ധനഗിരിയെ എടുത്ത് ചെറുവിരൽ നിർത്തി ഗ്രാമവാസികളെ അതിൽ കയറ്റി നിർത്തിയൊരു കഥയുണ്ട്. ഇവിടെ ഭഗവാൻ നമുക്ക് പറഞ്ഞിരുന്ന തത്വബോധം, മഴയും ഇടിയുമൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങളെ സംരക്ഷിച്ച് നിർത്തുന്നത് ഭഗവാനായ ഞാനല്ല, മറിച്ച് ഈ പർവ്വതനിരയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ പൂജിക്കേണ്ടത് പർവ്വതത്തെയാണ്. എങ്ങനെയാണ് പർവ്വതത്തെ പൂജിക്കേണ്ടത്? പർവ്വതത്തിൻ്റെ മൂട്ടിൽ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ടല്ല പൂജിക്കേണ്ടത്. നമ്മൾക്ക് പർവ്വതത്തെ ചൂഷണം ചെയ്യാതെ, അതിൻ്റെ മരങ്ങൾ മുറിക്കാതെ, അതിൽ പാറ പൊട്ടിക്കാതെ അതിനെ പരമാവധി സംരക്ഷിച്ച് നിർത്തേണ്ട ബാധ്യത നമ്മൾ ഏറ്റെടുക്കണം. ഇതാണ് ഭഗവാൻ നൽകുന്ന സന്ദേശം. കാളിന്തി നദിയെ കാളിയൻ മലിനമാക്കിയപ്പോൾ ഭഗവാൻ കാളിയൻ്റെ ശിരസിൽ കയറിയിരുന്ന് നൃത്തമാടിയത് കാളിന്തി നദി മലിനമാക്കാൻ അവകാശമില്ല എന്നുള്ള ബോധം നമുക്ക് നൽകാൻ വേണ്ടിയിട്ടാണ്. നോക്കൂ, ഇതാണ് അപർണോത്സവത്തിൻ്റെ സന്ദേശം. അതുകൊണ്ട് 2047 ആകുമ്പോൾ നമ്മുടെ സമ്പൂർണ്ണ രാഷ്ട്രമായി മാറുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ ഗ്രാമവും മാറണം. അതിന് പ്രകൃതി ബോധം നമുക്കുണ്ടാവണം.
3 സാമൂഹ്യ സമരസത എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ക്ഷേത്രത്തിനുള്ളിൽ തന്ത്രിമാരെ സഹായിക്കുന്ന കാര്യകർത്താവ് മുതൽ ശൗചാലയം വൃത്തിയാക്കുന്ന കാര്യകർത്താവ് വരെ വൈകുന്നേരം ഞങ്ങൾ കമ്മിറ്റി കൂടുമ്പോൾ വട്ടത്തിലിരുന്നാണ് കൂടുന്നത്. അവിടെ സെക്രട്ടറി, പ്രസിഡന്റ് അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്നവർക്ക് പ്രത്യേക പരിഗണന എന്നില്ല. ഇതാണ് സാമൂഹിക സമരസത. സമാജത്തിൽ പലതരത്തിലുള്ള ജോലികൾ ആൾക്കാർ ചെയ്യും, പല രീതിയിലായിരിക്കും അവരുടെ ശമ്പളം, കൂലി. പക്ഷേ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരുമ്പോൾ ഇവരെല്ലാം തുല്യന്മാരാണ്. അവിടെ ജാതിയില്ല, മതമില്ല, ജോലിയില്ല, സാമ്പത്തിക വേർതിരിവുകൾ ഉണ്ടാവാൻ പാടില്ല. ഇതാണ് സംഘം മുന്നോട്ട് വെക്കുന്ന 3ാമത്തെ ആശയം, സാമൂഹിക സമരസത. 4 പൗരബോധം എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ അവകാശങ്ങളെക്കുറിച്ച് മാത്രമാണ് ഘോരഘോരം സംസാരിക്കാറുള്ളത്. പക്ഷേ നമുക്ക് കടമകളുണ്ട് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. നമ്മൾ രാഷ്ട്രത്തോടൊപ്പം നിൽക്കണം. നമ്മൾ രാഷ്ട്രത്തിൻ്റെ ചിന്താധാരയ്ക്കൊപ്പം സഞ്ചരിക്കാൻ സാധിക്കണം. അതിന് പൗരബോധമുള്ള ഒരു സമാജത്തെ സൃഷ്ടിക്കണം. ഇന്ന് പൗരബോധത്തിൽ നിന്നും യുവാക്കൾ അകന്നു പോകുന്നു എന്നുള്ളത് ദയനീയമായൊരവസ്ഥയാണ്. അതിൽ മാറ്റം ഉണ്ടാകണം. ഇതാണ് 4ാമത്തെ. 5ാമത്തേത് സ്വദേശി എന്നുള്ളതാണ്. ഒരു കാലത്ത് ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങൾ നമുക്ക് പുച്ഛമായിരുന്നു. ഇന്ന് അതിന് മാറ്റം വന്നു തുടങ്ങി. 50% നമ്മുടെ രാഷ്ട്രത്തിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇനിയും അതിന് മാറ്റം ഉണ്ടാകണം. 100% സ്വദേശി ഉൽപ്പന്നങ്ങളോട് താല്പര്യം കാണിക്കുന്ന ഒരു സമാജം നമ്മുടെ ഗ്രാമത്തിൽ വളർന്നു വരണം. അങ്ങനെ കുടുംബ പ്രബോധനം മുതൽ സ്വദേശി വരെയുള്ള പഞ്ചപരിവർത്തന പ്രവർത്തനങ്ങളിലൂടെ അടുത്ത 20 വർഷം കൊണ്ട്, നിങ്ങൾ ചിലപ്പം ചിന്തിക്കും 20 വർഷം കഴിയുമ്പോൾ ആരൊക്കെ ജീവിച്ചിരിക്കുന്നു. ഇതൊന്നും നമ്മുടെ വിഷയമല്ല. 20 വർഷം കഴിയുമ്പോൾ നമ്മുടെ ഗ്രാമം, രാഷ്ട്രം വികസിതമാകുമ്പോൾ, 20 വർഷം കഴിയുമ്പോൾ അപർണോത്സവത്തിൻ്റെ 2047 നമ്മുടെ ഗ്രാമം ഒരു സമ്പൂർണ്ണ ഗ്രാമമായി മാറണം എന്നുള്ളതാണ് അപർണോത്സവത്തിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടി ഇനിയും ഈ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും. അതിൻ്റെ ഒരു കേന്ദ്രബിന്ദുവായി പുതിയടത്ത് ക്ഷേത്രം മാറും എന്ന് ഈ അവസരത്തിൽ പറയുകയാണ്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. ഓരോ വ്യക്തിയിലും പരിവർത്തനം വരണം. ആ പരിവർത്തനം വേണ്ടി നമുക്ക് ദേവിയോട് പ്രാർത്ഥിക്കാമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ അർപ്പിതമായ കർത്തവ്യം നിർവഹിക്കുന്നു. സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ഇന്ന് ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന എത്രയും ബഹുമാന്യനായ പ്രൊഫസർ കെ രാഘവൻ നായർ സാറ് ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പോലും എല്ലാ പരിപാടികളിലും സജീവമായ സാന്നിധ്യമാണ്. സാറിനെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുക. ഇന്നിവിടെ ഉദ്ഘാടനം നിർവഹിക്കേണ്ടിരുന്നത് ബഹുമാന്യനായ ഗോവ ഗവർണർ ശ്രീധരൻപിള്ള സാറാണ്. നമ്മുടെ രാഷ്ട്രത്തിൽ ഇന്ന് നിലനിൽക്കുന്ന പ്രത്യേക സാഹചര്യം മൂലം മെയ് 8-ാം തീയതി രാഷ്ട്രപതി ഭവനിൽ നിന്നുള്ള സർക്കുലർ വന്നു. എല്ലാ ഗവർണർമാരും അതാത് സ്ഥലങ്ങളിൽ തുടരണമെന്ന്. അതുകൊണ്ട് ആ സർക്കുലർ പിൻവലിക്കാത്തിടത്തോളം കാലം അദ്ദേഹത്തിന് അവിടെ നിന്ന് യാത്ര ചെയ്യാൻ സാധ്യമല്ലായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം എത്താൻ സാധിക്കാഞ്ഞത്. അതിൻ്റെ മെയിൽ നമുക്ക് അയച്ചിരുന്നു. ഇനി ഒരവസരത്തിൽ തീർച്ചയായും ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നിവിടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് എത്രയും ബഹുമാന്യനായ മധുച്ചേട്ടനാണ്. മധുച്ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ അപർണോത്സവം എന്ന പേര് മധുച്ചേട്ടൻ്റെ സംഭാവനയാണ്. അപ്പോൾ ഞാൻ മധുച്ചേട്ടനെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഈ പേര് എങ്ങനെ വന്നു എന്നുള്ളതാണ്. മധുച്ചേട്ടൻ കേസരി എന്ന ദേശീയ വാരികയുടെ പത്രാധിപരാണ്. അതോടൊപ്പം കവിയാണ്, എഴുത്തുകാരനാണ്, ഡോക്ടറേറ്റ് ലഭിച്ച ആളാണ്. അങ്ങനെ നിരവധി വിശേഷണങ്ങളുള്ള ആളാണ്. സംഘത്തിൻ്റെ മുതിർന്ന പ്രചാരകനാണ്. മധുച്ചേട്ടൻ ഈ പ്രവർത്തനം തുടങ്ങിയത് ഒരു വർഷം മുന്നേ തന്നെ അപർണോത്സവത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചതാണ്. മധുച്ചേട്ടനെ ഞാൻ സ്നേഹത്തോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് പ്രൊഫസർ നാരായണ ഭട്ടതിരിപ്പാടാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള വിശേഷണങ്ങൾ പറഞ്ഞു. ഒരുപാട് വിശേഷണങ്ങളുണ്ടായിട്ട് എല്ലാം എനിക്ക് ഓർമ്മ വരുന്നില്ല. അദ്ദേഹം ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സംസ്ഥാന സംരംഭകമാണ്. അദ്ദേഹം എപ്പോഴും ദീർഘദൂര യാത്ര കഴിഞ്ഞിട്ടായിരുന്നു തൃശ്ശൂരിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. ദീർഘമായി യാത്ര ചെയ്ത് എല്ലാ പ്രവർത്തനങ്ങൾക്കും ഏകോപിപ്പിക്കാൻ വേണ്ടി എത്തിച്ചേരാവുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ ഞാൻ ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മുടെ രക്ഷാധികാരി പോലെ എപ്പോഴും പ്രവർത്തിപ്പിക്കുന്ന മഠത്തിൽ ഉണ്ണികൃഷ്ണപിള്ള സാറാണ്. സാറിന് വിശേഷണങ്ങൾ തന്നാൽ അത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുകയാണ്. അടുത്ത നമ്മുടെ ജില്ലാ സംഘചാലക്, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ജില്ലാ സംഘചാലക് മോഹൻജിയാണ്. സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഗ്രാമജില്ലയിൽ ഏകോപിപ്പിക്കുന്ന സമിതിയുടെ പ്രവർത്തനങ്ങളിലായാലും മറ്റ് എല്ലാ പരിവാർ സംഘടന പ്രവർത്തനങ്ങളിലെയും സജീവ സാന്നിധ്യമാണ് മോഹൻജിയെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ഇന്ന് ആശംസ അർപ്പിക്കാൻ എത്തിയിരിക്കുന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ജില്ലാ കാര്യവാഹ് ജയറാംജി സദസ്സിലുണ്ട്, വേദിയിലോട്ട് വരണം. ജയറാംജി സംഘത്തിൻ്റെ ജില്ലാ കാര്യവാഹാണ്. ജയറാംജിയെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നിരവധി മുതിർന്ന കാര്യകർത്താക്കൾ എത്തിച്ചേർന്നിട്ടുണ്ട്. കെ ജി രാമേന്ദ്രൻ ചേട്ടൻ, ദർജാൻ സാർ, വേണിച്ചേട്ടൻ, വാസംപിള്ള ചേട്ടൻ, അയ്യപ്പൻ ചേട്ടൻ, അങ്ങനെ നിരവധി പ്രവർത്തകർ. അപ്പോൾ എല്ലാ സമിതി പ്രവർത്തകരെയും ഒപ്പം മുഴുവൻ പ്രവർത്തകരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ ഭക്തരെയും ഇന്ന് ഈ അപർണോത്സവത്തിൻ്റെ വിജയത്തിന് സാമ്പത്തികമായും സാന്നിധ്യം കൊണ്ട് നമ്മളെ സഹായിച്ച ഈ നാട്ടിലെ മുഴുവൻ ആൾക്കാരെയും ഈ പവിത്രമായ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്തേ. പ്രാർത്ഥനയാണ്. ബാലഗോകുലാംഗങ്ങളെ ക്ഷണിക്കുന്നു. അധ്യക്ഷ ഭാഷണം കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ അധ്യക്ഷൻ പ്രൊഫസർ കെ രാഘവൻ നായർ സർ. സഹനാവതു സഹനൗ ഭുനക്തു സഹവീര്യം കരവാവഹേ തേജസ്വിനാമതീതമസ്തു മാ വിദ്വിഷാവഹേ. ഓം ശാന്തി ശാന്തി ശാന്തി. ബഹുമാന്യനായ ഉദ്ഘാടക പ്രസംഗകൻ ശ്രീ മധുകുമാർ അവർകൾ, കേസരിയുടെ പത്രാധിപരായ ശ്രീ മധുകുമാർ അവർകൾ, ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും മഹാരാധ്യനായ നാരായണ ഭട്ടതിരിപ്പാട്, അതുപോലെ ഈ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന മഹത്തുക്കളെ, ധന്യാത്മാക്കളെ, സുഹൃത്തുക്കളെ,
ഈ അപൂർണോത്സവത്തിൽ അധ്യക്ഷം വഹിക്കാൻ സാധിച്ചത് എൻ്റെ ഒരു ഭാഗ്യമായി ഞാൻ കാണുന്നു. അതിനുള്ള കാരണം മറ്റൊന്നുമല്ല, ഈ ക്ഷേത്രത്തിൻ്റെ സങ്കല്പം തന്നെ വളരെ മഹത്വമേറിയതാണ്. മഹത്വമേറിയത് എന്ന് പറയുമ്പോൾ എനിക്ക് അറിയാം, ഒരു 50 വർഷങ്ങൾക്ക് മുമ്പ് ശാസ്താംകോട്ട കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന ശ്രീ രവിപ്പിള്ള ഇന്ന് മഹാസമ്പന്നനായ വ്യവസായിയായിരിക്കുന്ന രവിപ്പിള്ള, ആ രവിപ്പിള്ള താൻ 72-75 ബാച്ചിൽ ബികോം വിദ്യാർത്ഥിയാണ്. 75 ആയപ്പോഴേക്കും താൻ നടത്തിക്കൊണ്ടുവന്ന ചിട്ടിയും അതുപോലെ തന്നെ തൻ്റെ കോൺട്രാക്റ്റ് വർക്കുകളൊക്കെ അങ്ങ് പരാജയപ്പെട്ടു. തൻ്റെ ബിസിനസ്സുകളുമെല്ലാം പരാജയപ്പെട്ടു. സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു. അതോടുകൂടി അദ്ദേഹം വളരെ വിഷണ്ണനായി. സുഹൃത്തുക്കളെല്ലാം നഷ്ടപ്പെട്ടു. കാരണം സമ്പത്ത് നഷ്ടപ്പെട്ടതോടുകൂടി എല്ലാവരും നഷ്ടപ്പെട്ടു. ആ സന്ദർഭത്തിൽ അന്ന് ഞാൻ ശാസ്താംകോട്ടയിൽ ഒരു ആശ്രമമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറേ സന്യാസിമാരുമായും ഗുരുവായിട്ടുമൊക്കെ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ഈ രവിപ്പിള്ള എൻ്റെ അടുത്തേക്ക് വന്നു, പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് സ്ഥിതി, അതുകൊണ്ട് എന്തെങ്കിലും അതിനൊരു പരിഹാരം ഉണ്ടാകണം എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ഗുരുനാഥനായ സ്വാമി സ്വപ്രകാശ സ്വാമിയെ കണ്ടു. ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തു. അദ്ദേഹം ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളെയൊക്കെ അതിജീവിക്കുന്നതിന് വേണ്ടി കൊടുത്ത ഒരു മന്ത്രദീക്ഷയുണ്ട്. അത് സാക്ഷാൽ പാർവതീ ദേവിയുടെ സ്വയംവര മന്ത്രം എന്ന് പറയുന്ന മന്ത്രദീക്ഷയാണ് അദ്ദേഹം നൽകിയത്. അങ്ങനെയുള്ള പാർവതീ ദേവിയുടെ മന്ത്രദീക്ഷ നൽകിയ രവിപ്പിള്ള അത് വളരെ കൃത്യമായി വളരെ ഭംഗിയായി അത് ഉപാസിക്കുവാൻ തുടങ്ങി. ക്രമേണ സാഹചര്യങ്ങളൊക്കെ മാറി അതിന് ഗൾഫ് നാടുകളിൽ പോകുവാനും അവിടെ ജീവിക്കുവാനും ഒക്കെ സാധിച്ചു. ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണ്? 10,000-കണക്കിന് തൊഴിലാളികളുള്ള ഒരു വലിയ വ്യവസായ ശൃംഖലയുടെ ഏതാണ്ട് അദ്ദേഹം കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പിന് വേണ്ടി മാത്രം ചെലവാക്കുന്നത് 550 കോടി രൂപയാണ്. ആ തരത്തിലേക്ക് ഉയർന്നതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം ഈ പാർവതീ ദേവിയുടെ ഉപാസനാക്രമമാണ്. സ്വയംവര മന്ത്രം എന്ന് പറയുന്ന മന്ത്രത്തിൻ്റെ ദീക്ഷയിലൂടെ, അനുഷ്ഠാനത്തിലൂടെ, ആചരണത്തിലൂടെയാണ് അത് ഈ നിലയിലേക്ക് എത്തിയത്. അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ മഹത്വത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇത് അത്ഭുതകരമാണ് ഈ ക്ഷേത്രത്തിൻ്റെ കാര്യം. ഇവിടുത്തെ ദേവീ സാന്നിധ്യവും അത്ഭുതകരമാണ്. അങ്ങനെയുള്ള ഈ ക്ഷേത്ര സങ്കേതത്തിൽ നടക്കുന്ന അപർണോത്സവത്തിൽ അധ്യക്ഷനാകുക എന്നുള്ളത് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. നമുക്കറിയാം, നമ്മുടെയൊക്കെ സങ്കല്പം എന്ന് പറയുന്നത് സനാതനധർമ്മം വിജയിപ്പിക്കുക എന്നുള്ളതാണ്. സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ എക്കാലവും നിലനിൽക്കുന്ന ധർമ്മമാണ്. ഈ ധർമ്മം എന്ന് പറയുന്നത് അത് ഋഷിമാരാൽ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളതാണ്. ആരാണ് ഋഷി? നമുക്കറിയാം, അനാദിയായ കാലം മുതൽ തന്നെ ഈ സനാതനധർമ്മത്തിന് 1000-കണക്കിനോ 10,000-കണക്കിനോ വർഷത്തെ പഴക്കമല്ല, അനേക സഹസ്രാബ്ദങ്ങൾ 10,000-കണക്കിന് വർഷങ്ങളുടെ പഴക്കമുള്ള നമ്മുടെ ധർമ്മത്തിൽ നമ്മുടെ മഹർഷീശ്വരന്മാർ, സത്യദർശികളായ മഹർഷീശ്വരന്മാർ അവർ കണ്ടെത്തിയ സത്യങ്ങൾ അത് ലോകത്തോട് ഉപദേശിച്ചു കൊടുത്തു. ആ ഉപദേശിച്ചു കൊടുത്ത കാര്യമാണ് നമ്മുടെ സനാതനധർമ്മം. ഈ മഹർഷിമാർ എങ്ങനെയുള്ളവരാണ്? അവർ പ്രത്യേക
ജീവിത വ്രതങ്ങളുള്ളവരായിരുന്നു. എല്ലാവരും ഒന്നും മഹർഷിമാരാകില്ല. മഹർഷിമാരാകണമെങ്കിൽ അവർ കുറേ ജീവിത വ്രതമുള്ളവരാണ്. അതിന് യമനിയമങ്ങൾ എന്നൊക്കെ പറയും. എന്താണ് യമനിയമങ്ങൾ? ഒന്ന്, ഒരു പ്രാണിയെയും ഉപദ്രവിക്കാത്തവരാണവർ. ഒരു പ്രാണിയെയും ഉപദ്രവിക്കാത്ത മഹർഷിമാർ. അതിൻ്റെ ഫലമെന്താണ്? അതാ ഒരു പ്രാണിയെ ഉപദ്രവിക്കുകയില്ല എന്നുള്ള പറയുന്നതിൻ്റെ തെളിവെന്ന് പറയുന്നത് അവരുടെ സാന്നിധ്യം കൊണ്ട് തന്നെ ജാത്യാവൈരമുള്ള ജന്തുക്കൾ തമ്മിൽ പോലും വൈരഭാവം തോന്നുകയില്ല. കാരുണ്യവും സ്നേഹവും മാത്രമേ അവരുടെ സാന്നിധ്യം ഉണ്ടാകുകയുള്ളൂ. അതാണ് മഹർഷിയുടെ ഒരു ലക്ഷണം. അതാണ് നിങ്ങൾ കേട്ടുണ്ടാകും, അഹിംസ പ്രതിഷ്ഠായാം തൽസന്നിധൗ വൈരത്യാഗ എന്ന്. ഈ മഹർഷി ശ്രേഷ്ഠന്മാർ അഹിംസാവ്രതത്തിൽ പ്രതിഷ്ഠിതന്മാരായിരുന്നുകൊണ്ട് അവരുടെ സാന്നിധ്യത്തിൽ പോലും ജാത്യാവൈരം, ജന്തുക്കൾക്ക് ജന്മനാ ഉള്ള വൈരമുണ്ട്. അതായത് കുറുക്കന് കോഴിയെ പിടിക്കാൻ തോന്നും, കോഴിക്ക് കുറുക്കനെ ഭയവുമാണ്. അല്ല, പൂച്ചയ്ക്ക് എലിയെ പിടിക്കാൻ തോന്നും, എലിക്ക് പൂച്ചയെ ഭയവുമാണ്. പക്ഷേ ഇതേലത്തെ ഒരു മഹർഷിയുടെ അടുത്ത് തന്നിരിക്കുന്ന ഈ ജന്തുക്കൾക്ക് തമ്മിൽ വൈരഭാവം പോലും തോന്നില്ല. അത്രമാത്രം സ്നേഹവും കാരുണ്യവും മാത്രമുള്ളവരായിരുന്നു ഈ മഹർഷിമാർ. അതൊരു ഗുണമാണ് അവരുടെ ഒരു വ്രതമായിരുന്നു അത്. മറ്റൊരു വ്രതം എന്ന് പറയുന്നത് അവരൊരിക്കലും ഒരു കള്ളം പറയുന്നവരായിരുന്നില്ല. സത്യനിഷ്ഠന്മാരായിരുന്നു, സത്യവ്രതക്കാരായിരുന്നു. അതിൻ്റെ ഫലമെന്താണ്? സത്യപ്രതിഷ്ഠായാം ക്രിയാഫലാശ്രയത്വം. അവരെന്തെങ്കിലും മനസ്സിലൊന്ന് സങ്കല്പിച്ചാൽ അതുപോലെ അങ്ങ് ഫലിക്കുമായിരുന്നു. കാര്യമെന്താണ്? അവരൊരിക്കലും മറ്റൊന്ന് ഒരു കളവ് മനസ്സിൽ സങ്കല്പിച്ചിട്ടുള്ളവരല്ല. അതുകൊണ്ട് തന്നെ സത്യപ്രതിഷ്ഠന്മാരായിരുന്നു. മറ്റുള്ളവരുടെ വക ഒന്നും അവഗണിച്ചിരുന്നില്ല, മറ്റുള്ളവരുടെ വക മോഹിച്ചിരുന്നില്ല. ബ്രഹ്മേര്യമുള്ളവർ. ഈ 5 കാര്യങ്ങൾ, അഹിംസ, സത്യം, അസ്തേയം, അപരിഗ്രഹം, ബ്രഹ്മേര്യം എന്ന് തുടങ്ങിയ 5 യമനിയമങ്ങൾ, അതുപോലെ നിയമങ്ങൾ പാലിച്ചവരാണ്. സന്തുഷ്ടരായിരുന്നു. അതുപോലെ തന്നെ അവർ തപസ്സുള്ളവരായിരുന്നു, ശൗചമുള്ളവരായിരുന്നു, സർവോപരീശനുള്ള സമർപ്പണമുള്ളവരായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവമുള്ള മഹർഷി ശ്രേഷ്ഠന്മാരാൽ നിർമ്മിതമാണ് സനാതനധർമ്മം. അപ്പോൾ സനാതനധർമ്മത്തിൻ്റെ കാര്യം, അതിൻ്റെ അടിസ്ഥാന തത്വം ഇതാണ്: സത്യം വദ, ധർമ്മം ചര. സത്യം പറയുക, ധാർമ്മികമായി ജീവിക്കുക. ധർമ്മമാണ് നമ്മുടെ അടിസ്ഥാനം. ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ധാരതേ ലോകാനിധി ധർമ്മ. ലോകത്തിൻ്റെ നിയമിതമായ പോക്കിനെ സഹായിക്കുന്നതോ അതത്രേ ധർമ്മം. ആ ധാർമ്മികമായ ജീവിതം നയിച്ച് സത്യത്തിൽ പ്രതിഷ്ഠിതന്മാരായി ജീവിക്കുക എന്നുള്ളതാണ് സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനം. ഞാൻ കൂടുതലൊന്നും പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ധർമ്മത്തിൻ്റെ വിജയത്തിന് വേണ്ടി സത്യപ്രതിഷ്ഠിതന്മാരായി ധർമ്മത്തോടെ ജീവിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ പ്രസംഗം ഉപസംഹരിക്കുകയാണ്. ജയ് ഹിന്ദ്, ജയ് ഭാരത്. മുഖ്യ പ്രഭാഷണം ഡോക്ടർ NR മധു, കേസരി വാരിക മുഖ്യ പത്രാധിപർ. വേദിയിലും സദസ്സിലുമുള്ള എല്ലാ സജ്ജനങ്ങൾക്കും സാദര നമസ്കാരം. അപർണോത്സവം 2025 ഈ പരിപാടിയുടെ ആദ്യ എഡിഷനാണ്. ഇനി അപർണോത്സവം എന്ന പേരിലായിരിക്കും ഇവിടെ നടക്കുന്ന ഈ സാംസ്കാരിക പരിപാടികൾ എല്ലാ വർഷവും നടക്കാൻ പോകുന്നത് എന്നാണ് ഇതിൻ്റെ സംഘാടകർ പറഞ്ഞത്. അപർണ എന്നാൽ പാർവതി എന്നാണ് അർത്ഥം. പാർവതിയുടെ
ഉത്സവമാണ് അപർണോത്സവം. ഈ ക്ഷേത്രം കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ കീഴിൽ വർഷങ്ങളായി പുനരുദ്ധാരണത്തിന് വെമ്പി കഴിയുകയായിരുന്നു. അങ്ങനെ കഴിയുന്ന കാലത്താണ് യാദൃശ്ചികമായി ഈ സങ്കേതത്തിൽ വരാനുള്ള ഒരു സൗഭാഗ്യം എനിക്കും ഉണ്ടായി. അന്ന് ഇവിടുത്തെ മൂർത്തി ബാലാലയത്തിൽ പ്രതിഷ്ഠ കൊള്ളുകയാണ്. ഈ വിഗ്രഹങ്ങളും ക്ഷേത്രവും വാസ്തുശില്പങ്ങളുമൊക്കെയായി ഒരു മാനസികമായ കൗതുകമുള്ളതുകൊണ്ട് ആ വിഗ്രഹത്തെ പരമാവധി അടുത്ത് കാണാനും പരിശോധിക്കാനും ഒക്കെ ശ്രമിച്ചപ്പോൾ വളരെ പ്രാചീനമായ ഒരു വിഗ്രഹമാണ് ഇത് എന്ന് മനസ്സിലായി. ആ പ്രാചീനമായ വിഗ്രഹം 2-3 കഷണങ്ങളായി സ്ഥിതി ചെയ്യുന്ന സമയത്താണ് ഞാനത് കാണുന്നത്. ഇതിൻ്റെ സംഘാടകരത് ഒട്ടിച്ച് ചേർത്ത് വെച്ച് ബാലാലയത്തിൽ പൂജ നടത്തുന്ന കാലത്താണ് ഞാൻ വരുന്നത്. ആ വിഗ്രഹത്തിൻ്റെ പ്രാചീനതയും പ്രൗഢിയുമൊക്കെ ഇന്ന് പലപ്പോഴും നമ്മൾ പ്രതിഷ്ഠിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന പല വിഗ്രഹങ്ങളും ആ പ്രൗഢി ഇല്ല എന്നുള്ളതാണ് സത്യം. അതിൻ്റെ കാരണം ഇന്നുണ്ടാക്കുന്ന പല വിഗ്രഹങ്ങളും മെഷീൻ വർക്കാണ്. ഇന്ന് നവോത്ഥാനത്തിൻ്റെ ഒരു വലിയ വേലിയേറ്റം നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നാട്ടിലെല്ലാം ക്ഷേത്രം പണിയാണ്. ക്ഷേത്രം പണിയാനുള്ള കരിങ്കല്ല് പോലും കിട്ടാത്ത കാലമാണ്. ഇവിടെ ഈ ഗ്രാമത്തിലുള്ളവർക്കറിയാം, എത്രയോ വർഷമായി മണ്ണടിഞ്ഞ് കിടന്നതാണ് ഈ ക്ഷേത്രം. ഇതൊരു ക്ഷേത്രത്തിൻ്റെ കഥയല്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കല്ലിന്മേൽ കല്ലു ശേഷിക്കാതെ തകർന്നടിഞ്ഞു കിടന്നിരുന്ന ക്ഷേത്രങ്ങളെല്ലാം ഉയർത്തെഴുന്നേറ്റുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് കോഴിക്കോട് നഗരത്തിൽ ഞാനൊരു 12 വർഷമായി കോഴിക്കോടാണ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നത്. ഇപ്പം ബൈപ്പാസ് വന്നതിന് ശേഷം ഈ ബൈപ്പാസിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ആ ബൈപ്പാസിനോട് ചേർന്നുള്ള ഒരു കുന്നിൻ്റെ മുകളിൽ ഒരു വലിയ നിർമ്മിതി നടക്കുന്നത് കാണാം. അതെന്താണ് എന്നറിയാനുള്ള കൗതുകം കൊണ്ട് ഞാനൊരിക്കൽ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത്, എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുന്നേ തകർന്നു പോയി ഏതാനും കല്ലുകൾ മാത്രം ശേഷിച്ചിരുന്ന ഒരു ക്ഷേത്രം അവിടെ കോടിക്കണക്കിന് രൂപ ഉപയോഗിച്ചുകൊണ്ട് പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രം. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ സുബ്രഹ്മണ്യ പ്രതിഷ്ഠ അവിടെയാണ്. 8 അടി ഉയരമുള്ള വിഗ്രഹം ഈ കഴിഞ്ഞ ദിവസമാണ് പ്രതിഷ്ഠിച്ചത്. വളരെ യാദൃശ്ചികമായി അതിലും പങ്കെടുക്കാനും അതിൻ്റെയും പങ്കാളിയാകാനും സാധിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ വലിയ ഒരു ഉണർവ് നമുക്ക് കാണാൻ സാധിക്കും. ക്ഷേത്രങ്ങളൊക്കെ വീണ്ടെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഗ്രാമത്തിൽ പോലും എൻ്റെ കുട്ടിക്കാലത്ത് തകർന്നടിഞ്ഞ ക്ഷേത്രത്തിൻ്റെ മുറ്റത്താണ് ഞങ്ങളൊക്കെ ആദ്യമായിട്ട് ശാഖയിൽ പോകുന്നത്. അന്ന് അന്തിത്തിരി വയ്ക്കാൻ പോലും നിർവാഹമില്ലാതെ ഹിന്ദുവിൻ്റെ മനസ്സിൽ വലിയ വിപ്ലവബോധം വന്നിട്ട് ഒരമ്പലം നശിച്ചാൽ അത്രയും പുരോഗതിയായി എന്നും അമ്പലപ്പറമ്പിൽ കപ്പയിട്ടാൽ നമുക്ക് വിശപ്പ് മാറ്റാമെന്നുമൊക്കെ വലിയ വലിയ പ്രസംഗങ്ങളും പ്രഘോഷണങ്ങളും നടക്കുന്ന കാലമാണ്. കാവിനോട് ചേർന്നുള്ള പാലമരത്തിൽ ചേക്കേറുന്ന കിളികളെ വെടിവെച്ച് നാലമ്പലത്തിൽ വെച്ച് പാചകം ചെയ്ത് കഴിക്കുന്ന കാലമായിരുന്നു അത്. ഞാൻ കണ്ട കാര്യങ്ങളാണ് പറയുന്നത്. തകർന്നു കിടക്കുന്ന ക്ഷേത്രങ്ങളിലെ, അമ്പലപ്പറമ്പുകളിലെ, സർപ്പക്കാവുകളിലെ ഒക്കെയുള്ള സർപ്പശിലകൾ ഇതര മതസ്ഥർ യാതൊരു പ്രതിരോധവുമില്ലാതെ എടുത്തുകൊണ്ടുപോയി തല്ലിയുടച്ച് കിണറുകളിൽ കളയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത്. ഇന്ന് ആ സ്ഥാനത്ത്
ആ നാശോന്മുഖമായി കിടന്നിരുന്ന ക്ഷേത്രങ്ങളെല്ലാം ഉയർത്തെഴുന്നേറ്റു. ഒരു നേരത്തെ അന്തിത്തിരി വെക്കാൻ നിർവാഹമില്ലാത്ത ആ ക്ഷേത്രങ്ങളിലൊക്കെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ മുടക്കിയുള്ള ഉത്സവങ്ങളും ആഘോഷങ്ങളും നടക്കുകയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഈ നവോത്ഥാന ശ്രമങ്ങൾ ആരംഭിച്ചത് 1942 ശേഷമാണ്. 1942 പ്രത്യേകത എന്താണ് എന്ന് ചിലർക്കൊക്കെ അറിയാം. അന്നാണ് കേരളത്തിൽ ഹിന്ദു നവോത്ഥാനത്തിൻ്റെ വെള്ളി വെളിച്ചവുമായി രാഷ്ട്രീയ സ്വയംസേവക സംഘം കടന്നു വന്നത്. ആ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ആദ്യകാല പ്രചാരകന്മാരിൽ ഒരാളായിരുന്ന പി മാധവൻ, അദ്ദേഹമാണ് പിന്നീട് ക്ഷേത്ര സംരക്ഷണ സമിതി എന്ന് പറയുന്ന കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ മുഴുവൻ നവോത്ഥാനത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന സംഘടനയുടെ ആശയും അടിത്തറയുമായി മാറിയ മഹാത്മാവ്. ഈ ക്ഷേത്രങ്ങൾ കേവലം കോൺക്രീറ്റും കല്ലും മണ്ണും മണലും ചേർന്ന ഒരു വാസ്തുമാതൃകയല്ല, അതിനപ്പുറത്ത് അതിലൊരു പ്രാണസഞ്ചാരമുണ്ട് എന്ന് പ്രബുദ്ധ നാട്യക്കാരനായ മലയാളിയെ പഠിപ്പിച്ച് പി മാധവൻ എന്ന് പറയുന്ന മാധവജിയാണ്. തന്ത്രശാസ്ത്രം അസംബന്ധമാണ് എന്ന് പ്രഘോഷിച്ചിരുന്നവരോട് തന്ത്രശാസ്ത്രം എന്നത് ആധുനിക ഫിസിക്സിനോടും കെമിസ്ട്രിയോടും ജ്യോതിശാസ്ത്രത്തോടുമൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന തർക്കശുദ്ധമായ ഒരു ശാസ്ത്രമാണെന്ന് മലയാളിയുടെ ബോധമണ്ഡലത്തിലേക്ക് ആദ്യമായി ഈ ആശയം പകർന്നു കൊടുത്തത് പി മാധവനാണ്. അവിടെ തുടങ്ങിയ പരിവർത്തനമാണ് ഇന്ന് നാം ഈ കാണുന്ന കേരളത്തിലെ മഹാക്ഷേത്രങ്ങളുടെ എല്ലാം ഉയർത്തെഴുന്നേൽപ്പ്. കരിങ്കല്ലിൽ ഇനി ക്ഷേത്രങ്ങൾ പണിയാൻ സാധിക്കുമോ എന്ന് 10-50 വർഷം മുന്നേ പലരും ചിന്തിച്ചിരുന്നു. നമ്മുടെ പൂർവികർ മനോഹരമായ ക്ഷേത്രങ്ങളൊക്കെ ചെയ്തു വച്ചിരുന്നു, അതൊക്കെ പലരും അടിച്ചുടച്ച് നശിപ്പിച്ചു കളഞ്ഞു. പക്ഷേ ഇന്ന് നാം കാണുന്നത് എന്താണ്? കരിങ്കല്ലിലും തേക്കിലും ഈട്ടിയിലുമൊക്കെ പണ്ടേ അതിനേക്കാളും ഗംഭീരമായി ക്ഷേത്രങ്ങൾ പണിയുകയാണ്. ഒരു ക്ഷേത്ര നിർമ്മിതിക്ക് വേണ്ടി എത്ര രൂപ വേണേലും മുടക്കാൻ നമ്മൾ ഇന്ന് തയ്യാറാണ്. ഈ കഴിഞ്ഞ ദിവസം വളരെ രസകരമായൊരു സംഭവം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്ത് നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ കാണാം. ഇപ്പോൾ ആ നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്ത് എത്തുമ്പോൾ നമ്മളെല്ലാവരും ആ എയർപോർട്ടിലേക്കൊന്ന് നോക്കും. ട്രെയിനിൽ പോകുമ്പോൾ വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുള്ളവരും ചെയ്യാത്തവരും എല്ലാം ഒരു കൗതുകം കൊണ്ട് അങ്ങനെ നോക്കും. അങ്ങനെ നോക്കിപ്പോകുമ്പോൾ അതേ സൈഡിൽ തന്നെ ഒരു പടുകൂറ്റൻ ക്ഷേത്രം ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്, പുതിയ ക്ഷേത്രം. ഞാൻ മനസ്സിലാക്കുന്നത് 15 മൂർത്തികളെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഏക്കർ കണക്കിന് കോമ്പൗണ്ടുള്ള ഒരു ക്ഷേത്രമാണ്. അത് ഒരു വ്യവസായി അദ്ദേഹത്തിൻ്റെ ഗോഡൗൺ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിയ സ്ഥലമാണ്. ഒരു ഹിന്ദു വ്യവസായി ഗോഡൗൺ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിയ സ്ഥലമാണ്. ആ ഗോഡൗൺ ഉണ്ടാക്കാൻ വാങ്ങിയ സ്ഥലത്ത് ഒരു ചൈതന്യമുണ്ട്. അതുകൊണ്ടത് ഗോഡൗണാക്കി മാറ്റിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിന് അത് നല്ലതല്ല എന്ന് ജ്യോതിഷികൾ ദൈവജ്ഞന്മാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാരോടൊന്നും പിരിവെടുക്കാതെ കോടിക്കണക്കിന് രൂപ മുടക്കി അതൊരു ക്ഷേത്ര സമുച്ചയമാക്കി മാറ്റിയിരിക്കുകയാണ്. അങ്ങനെ കേരളത്തിൽ മുഴുവൻ ഇന്ന് ഈ ഹൈന്ദവ ആത്മീയ വിശ്വാസത്തിലേക്കുള്ള ഒരു മനംമാറ്റം എല്ലായിടത്തും കാണാൻ സാധിക്കും. എന്നാൽ ആ മനംമാറ്റമെല്ലാം ആരോഗ്യപൂർണമാണോ എന്ന് ചോദിച്ചാൽ എല്ലാം അങ്ങനെ അല്ല എന്നുള്ളതും പറയേണ്ടി വരുന്നു. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ നിർമ്മാർജ്ജനം ചെയ്യാനും പരിശ്രമിക്കേണ്ടവർ നമ്മളാണ്. ക്ഷേത്രത്തോടനുബന്ധിച്ച് ഒരു കാലത്ത് വളർന്നു വന്ന അനാചാരങ്ങൾ, ദുരാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, ജാതീയത, ഇതൊക്കെ മാറ്റി ഒരു നവീന ക്ഷേത്രവിശ്വാസത്തിൻ്റെ സരണി വെട്ടി തുറക്കേണ്ടവരും കൂടിയാണ് നമ്മൾ. നിർഭാഗ്യവശാൽ ഇന്ന് ഈ നവോത്ഥാനം ചില സ്ഥലങ്ങളിലെങ്കിലും വഴിപിഴച്ചു പോകുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ഒരു അമ്പലപ്പറമ്പിൽ വേടൻ്റെ ആട്ടവും പാട്ടും കൂത്തും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. ആൾ കൂടാൻ വേണ്ടിയിട്ട് വേടൻ്റെ പാട്ട് വെക്കാൻ തയ്യാറാകുന്നവർ ഒരുപക്ഷെ ആൾ കൂടാൻ വേണ്ടിയിട്ട് കാബറേ ഡാൻസും നമ്മുടെ അമ്പലപ്പറമ്പിൽ വെക്കും. വേടനോട് എനിക്ക് വ്യക്തിപരമായ വിരോധമൊന്നുമില്ല. പക്ഷേ വേടൻ്റെ പാട്ട് എന്ന് പറയുന്നത് ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്ന, വിഘടനവാദം പ്രചരിപ്പിക്കുന്ന സാഹിത്യത്തെ
നമ്മുടെ വളർന്നു വരുന്ന തലമുറയിലെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമായി അങ്ങനെ അരങ്ങുവാഴുകയാണ്. വേടൻ എന്ന് പറയുന്ന കലാകാരൻ്റെ പിന്നിൽ ശക്തമായ സ്പോൺസർ ശക്തികളുണ്ട്. സൂക്ഷ്മമായി പഠിച്ചാൽ അത് ഈ രാജ്യത്തിൻ്റെ വിഘടനം സ്വപ്നം കണ്ട് കഴിയുന്ന തമോമയ ശക്തികൾ അയാളുടെ പിന്നിലുണ്ട് എന്ന് കൃത്യമാണ്. അത്തരം കലാഭാസങ്ങൾ നമ്മളുടെ നാലമ്പലങ്ങളിലേക്ക് കടന്നു വരുന്നതിനെ ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതാണ്. അവിടെയാണ് അപർണോത്സവത്തിൻ്റെ പ്രസക്തി. വേണമെങ്കിൽ ഇവിടെ ഇപ്പോൾ അരുൺ പറഞ്ഞതുപോലെ ഒരു പ്രതിഷ്ഠാ ദിന മഹോത്സവം നമുക്കും നടത്താം. ഈ വേദിയിലും കലാഭാസങ്ങളെ നടത്താം. എന്താണ് ഈ ആഭാസം എന്ന് പറഞ്ഞാൽ? ആഭാസം എന്ന വാക്കിൻ്റെ അർത്ഥം തോന്നൽ എന്നാണ്. അത് യാഥാർത്ഥ്യമല്ല. യഥാർത്ഥ കല എന്താണ്? യഥാർത്ഥ കല മനസ്സുകളെ വിമലീകരിക്കുന്നതാണ്. മനസ്സുകളെ വിമലീകരിക്കുന്നതാണ് യഥാർത്ഥ കല. മനുഷ്യ മനസ്സിലെ മാലിന്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുന്നതാണ് യഥാർത്ഥ കല. നമ്മളുടെ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് കലയുടെ കേന്ദ്രങ്ങളാണ്. അനേകം കലകൾ, എന്തിന്, പാചകം പോലും നമുക്കൊരു കലയാണ്. സുപശാസ്ത്രം എന്നാണ് പറയുന്നത്. പാചകം ഒരു കലയുമാണ്, ശാസ്ത്രവുമാണ്. ഇവിടെ ഇപ്പോൾ പറഞ്ഞു, ഈ ക്ഷേത്രത്തിലെ പൂജ നടക്കുന്നത് പോലെ തന്നെ അടുക്കളയിൽ പണിയും നടക്കുന്നുണ്ട്. ഇവിടെ പ്രതിഷ്ഠിതയായിരിക്കുന്ന മൂർത്തി ആരാ? അന്നപൂർണയായ പാർവതിയാണ്. അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യ സിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹീച പാർവതി എന്നാണ്. ഇത് അന്നപൂർണയും കൂടെയാണ്. ഈ അന്നപൂർണയായ സാക്ഷാൽ ആദിമാതാവ്, ആദിപിതാവും ആദിമാതാവും ഉണ്ട് ഈ സനാതനധർമ്മത്തിൽ. ആദിപിതാവ് എന്ന് പറയുന്നത് സാക്ഷാൽ ശിവനാണെങ്കിൽ ആദിമാതാവ് പാർവതിയാണ്. അതുകൊണ്ടാണ് മാതാമേ പാർവതി ദേവി, എൻ്റെ അമ്മ ആരാണ്? പാർവതി ദേവിയാണ്. പിതാ ദേവോ മഹേശ്വര, എൻ്റെ അച്ഛനാരാണ്? സാക്ഷാൽ ജഗത് പിതാവായ മഹേശ്വരനാണ്. എൻ്റെ ബന്ധുക്കളാരാണ്? ബാന്ധവാ ശിവഭക്താശ്ച, സർവശിവഭക്തന്മാരും എൻ്റെ ബന്ധുക്കളാണ്. എൻ്റെ സ്വദേശമേതാണ്? സ്വദേശോ ഭുവനത്രയ. ഇത്രയും വിശാലമായ ഒരു മനോഭാവം ഉള്ളവനെയാണ് സനാതനധർമ്മി ഹിന്ദു എന്ന് നാം വിളിക്കുന്നത്. ആ ആദിമാതാവിൻ്റെ സന്നിധിയിൽ പാചകം പോലും ഒരു കലയാണ്. ഇന്ന് നമുക്ക് ആഹാരം തൃപ്തി തോന്നണമെന്നുണ്ടെങ്കിൽ അറേബ്യൻ ഫുഡ് കഴിക്കണം. ഇന്ന് രാത്രി ഭക്ഷണത്തിൻ്റെ കാലമാണ്. നഗരങ്ങളിൽ മാത്രമല്ല, ഗ്രാമങ്ങളിൽ പോലും പാതിരാത്രി ഭക്ഷണം കഴിക്കുന്നവരാണ് ഉള്ളത്. അതൊക്കെ ഏത് ഭക്ഷണമാണ്? ആ ഭക്ഷണങ്ങളുടെ ഒന്നും പേര് നമുക്ക് ഇവിടെ ഇപ്പോൾ ഓർത്തെടുക്കാൻ പോലും പറ്റില്ല. കരിഞ്ഞ മാംസത്തിൻ്റെ ഗന്ധം, മാംസം കഴിക്കുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, പക്ഷേ കരിഞ്ഞ മാംസത്തിൻ്റെ ഗന്ധം, രൂക്ഷമായ തീഷ്ണമായ ഗന്ധം നമ്മളുടെ നാസാദ്വാരങ്ങളെ തുളച്ചുകൊണ്ട് കടന്നു പോകുന്നു. നമ്മുടെ തെരുവുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ശ്മശാനത്തിലൂടെ കടന്നു പോകുന്ന പ്രതീതിയാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ തെരുവിലൂടെ വൈകുന്നേരം സഞ്ചരിച്ചാലുള്ളത്. അവിടെ നമ്മൾ ശവവർമ്മയാണ് കഴിക്കുന്നത്. ചിലരതിന് ഷവർമ്മ എന്ന് പറയുന്നുണ്ട്. കഴിക്കുന്നത് വർമ്മയാണ്, കഴിക്കുന്നത് ശവമാണ്. അതുകൊണ്ടാണ് അതിന് ശവവർമ്മ എന്ന് പേര്. കേരളത്തിൽ ഷവർമ്മ കഴിച്ച് അനേകം പേര് മരിച്ചു. അതിലൊരു മുഹമ്മദ് ഇല്ല, അതിലൊരു ആയിഷ ഇല്ല, അതിലൊരു തോമസ് ഇല്ല, പക്ഷെ അതിൽ വർമ്മയുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അത് ഷവർമ്മയായത്. ഈ ആക്രാന്തം മൂത്ത് ഭണ്ഡാരമടങ്ങാൻ ഇത് പോയി തിന്നു ചാകുന്നവൻ്റെ പേര് ഹിന്ദു എന്നാണ്. തിരുവനന്തപുരത്ത് വെട്ടിമുറിച്ച കോട്ടയുടെ സൈഡിൽ ഒരു ഹോട്ടലുണ്ട്. നിങ്ങൾക്ക് പോയാൽ രാത്രി 2 മണിക്കും 3 മണിക്കും ഒക്കെ അവിടെ ഇരുന്ന് മാംസം കഴിക്കുന്നവനെ കാണാം. അസമയത്ത് ഈ മാംസം കഴിച്ചാൽ പിശാച് എന്നൊരു വാക്കുണ്ട്. ഈ പിശാച് എന്ന വാക്ക് മാംസം കഴിക്കുന്നവനെ കുറിച്ച് പറയുന്ന വാക്കാണ്. ഈ പിശാച മനോഭാവം നമ്മളിൽ വളരും. മാംസം കഴിക്കണമെന്ന് നിർബന്ധമുള്ളവർ പോലും രാത്രി അത് കഴിക്കാൻ പാടില്ല. രാത്രി അത് കഴിക്കാൻ പാടില്ല. കാരണം ഏറ്റവും പുതിയ പഠനങ്ങൾ
സത്യത്തിൽ രാത്രി ആഹാരം കഴിക്കാൻ പാടില്ല എന്നാണ്. അത് ചിലപ്പോൾ നമുക്ക് സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ കുറച്ച് നേരത്തെ കഴിക്കണം എന്നാണ്. രാത്രി കഴിച്ചാൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ചാൽ, സാധാരണ മനുഷ്യർ ഉറങ്ങുന്നത് രാത്രിയിലാണ്. സാധാരണ മനുഷ്യർ ശ്രദ്ധിക്കണം. നമുക്ക് അറേബ്യ മരുഭൂമിയിൽ പോയാൽ മനുഷ്യർ രാത്രിയിലാണ് അവരുടെ ജീവിതം. ഇന്ന് കേരളത്തിലേക്ക് അറേബ്യൻ സംസ്കാരം കടന്നു വന്നതുകൊണ്ടാണ് രാത്രി ജീവിതം ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. രാത്രിയിൽ ജീവിക്കുന്നവനെ നമ്മൾ എന്താ പറയുന്നത്? രാത്രിചരൻ എന്നാണ്. സംസ്കൃത പണ്ഡിതനായ നാരായണ ശർമ്മ ഇവിടെ ഉണ്ട്. രാത്രിചരൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? രാക്ഷസൻ എന്നാണ്. രാക്ഷസൻ, രാത്രിയിൽ സഞ്ചരിക്കുന്നവൻ. അപ്പം അറേബ്യയിൽ പോയാൽ നിങ്ങൾക്ക് ചില സമയങ്ങളിൽ പോകേണ്ട സൗഭാഗ്യം ആണോ ദൗർഭാഗ്യമാണോ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ രാത്രിയിലാണ് അവരുടെ ജീവിതം. കാരണം പകൽ കടുത്ത ചൂടാണ്. ഈ രാത്രി ജീവിതത്തിൻ്റെ സ്വഭാവ സവിശേഷതകളെല്ലാം അവർക്കുണ്ട്. ഇന്ന് ലോകത്തിൻ്റെ വലിയ പ്രശ്നവും പ്രതിസന്ധിയുമാണ് ഈ അറേബ്യൻ മരുഭൂമി മതങ്ങൾ. ഈ അറേബ്യൻ മരുഭൂമി മതങ്ങൾ ലോകത്തിൻ്റെ ഭീകരവാദത്തിൻ്റെ ഈറ്റില്ലമായി മാറാൻ കാരണം, നമ്മുടെ പുരാണങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും, രാക്ഷസന്മാരാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത്. രാക്ഷസന്മാർ രാത്രിഞ്ചരന്മാരാണ്. അവരെ നമ്മൾ പിശാചുക്കൾ എന്നാണ് പറയുന്നത്. കാരണം അവർ കഴിക്കുന്ന മുഴുവൻ മാംസമാണ്. ഈ മാംസം കഴിക്കുന്നവൻ, രാത്രിയിൽ ഉറങ്ങാതെ ഈ ആഹരിക്കുന്നവൻ്റെ സ്വഭാവം തമോമയ സ്വഭാവമായി മാറും. അതുകൊണ്ട് നമ്മുടെയൊക്കെ മക്കൾ വീട്ടിൽ നിന്നും രാത്രി ഭക്ഷണത്തിന് വേണ്ടി പുറത്തു പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. രാത്രി ഭക്ഷണം കഴിഞ്ഞിട്ട് അവൻ മടങ്ങി വരുന്ന സ്വബോധത്തോടു കൂടി പോലും ആയിരിക്കില്ല. കാരണം ഇന്ന് വ്യാപകമായ മയക്കുമരുന്നിൻ്റെ പിടിയിലേക്ക് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. മദ്യത്തിൻ്റെ കാലം പോയി ഇപ്പം മയക്കുമരുന്നാണ്. പെൺകുട്ടികളടക്കം മയക്കുമരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവർക്ക് സംസ്കാരം കൊടുക്കേണ്ട കേന്ദ്രമേതാണ്? അതാണ് ക്ഷേത്രം. അവിടെയാണ് അപർണോത്സവം പ്രസക്തമാകുന്നത്. ഭക്ഷണം എന്ന് പറയുമ്പോൾ അപർണ എന്ന് പറയുന്ന പാർവതി അന്നപൂർണേശ്വരിയും കൂടെ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഭക്ഷണത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്നത്. ആ അപർണോത്സവത്തിൽ 3000-ൽ പരം ഭക്ഷ്യവിഭവങ്ങൾ, സുഭശാസ്ത്രം, ഭാരതത്തിൻ്റെ സുഭശാസ്ത്രം, അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് നമുക്ക്. സുകേശമുനി എന്ന് പറയുന്ന ഋഷിയാണ് അതിൻ്റെ ആചാര്യൻ. ഈ ബിരിയാണിയും ഷവർമയും മാത്രമല്ല, 3000-ൽ പരം പാചകവിധികളെക്കുറിച്ച് പരാമർശിക്കുന്ന സുഭശാസ്ത്രത്തിൻ്റെ ആചാര്യനായ സുകേശമുനി ജനിച്ച നാടാണിത്. ഇന്നലെ ഇവിടെ ഒരത്ഭുതമുണ്ടായി. ഒരത്ഭുതമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇവിടെ അമ്മയെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞപ്പോൾ തന്ത്രി പടിത്തരം എഴുതി. സ്വാഭാവികമാണ്, തന്ത്രശാസ്ത്രമനുസരിച്ച് പ്രതിഷ്ഠ കഴിഞ്ഞാൽ ആ പ്രതിഷ്ഠയ്ക്ക് വേണ്ട വിധിവിധാനങ്ങൾക്കാണ് പടിത്തരം എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് നേദ്യം വേണ്ടത്, എപ്പോഴാണ് ഉത്സവം നടത്തേണ്ടത്, അങ്ങനെ എല്ലാം എഴുതി വെക്കുന്നതാണ് പടിത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ നേദ്യത്തെക്കുറിച്ചുള്ള ചർച്ച വന്നപ്പോൾ പായസം നിർബന്ധമല്ല എന്ന് പറഞ്ഞു എന്നാണ് ഞാൻ കേട്ടത്. എനിക്കറിയില്ല. എന്താണേലും ഇന്നലെ ഇവിടെ ഒരു കുട്ടി പലരോടും പായസം ചോദിച്ചു നടന്നിരുന്നു, ഒരു പെൺകുട്ടി എന്ന് പറയുന്നു. അങ്ങനെ പായസം ചോദിച്ച് നടന്ന പെൺകുട്ടിക്ക് ആരോ അവസാനം പായസം കൊണ്ടുപോയി കൊടുത്തു എന്നും പിന്നീട് ആ പെൺകുട്ടിയെ കണ്ടിട്ടില്ല എന്നുമാണ് അറിഞ്ഞത്. അപ്പോൾ ഇവിടെ അമ്മയ്ക്ക് എന്ത് വേണം എന്ന് ഭംഗിയായി നമ്മളോട് പറഞ്ഞതാണ്. ഈ പായസം ഉണ്ടാക്കുന്ന തിടപ്പള്ളി ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ അത് അടുക്കള, മഹാനസം എന്ന് സംസ്കൃതത്തിൽ പറയും. ആ അടുക്കള എന്ന് പറയുന്നത് യാഗശാലയാണ്. അവിടെ നമ്മൾ ഉണ്ടാക്കുന്ന നേദ്യം, ആ നേദ്യം എന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ പൂജിച്ച് നമ്മൾ കഴിക്കുന്ന പ്രസാദം, ആ നേദ്യം, അത് പടച്ചോറാവട്ടെ, പായസമാകട്ടെ, ത്രിമധുരമാവട്ടെ, എന്തും ഔഷധ ഗുണമുള്ളതാണ്. അമ്മയുടെ പ്രസാദം അല്ലെങ്കിൽ ഭഗവാന്റെ പ്രസാദം, ആഹാരത്തെ നമ്മൾ പ്രസാദമായിട്ടാണ് കാണുന്നത്. ആഹാരം തരുന്ന അമ്മയെ അന്നപൂർണയായി കാണുന്നു. അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യസിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹി ച പാർവതി.
അന്നപൂർണയായ പാർവതിയുടെ ഒരു കയ്യില് തവിയാണ്, മറ്റേ കയ്യില് ആഹാര സാധനമാണ്. ഭക്തൻ അങ്ങനെ വിളമ്പി കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ വയറ് നിറച്ച് ഭക്തന് അല്ലെങ്കിൽ മക്കൾക്ക് വിളമ്പി കൊടുക്കുന്ന ഒരു അമ്മയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ആ അമ്മയ്ക്ക് നിങ്ങൾ പായസം കൊടുക്കില്ല എന്ന് പറഞ്ഞാലോ? ആ അമ്മ നിങ്ങളോട് പറഞ്ഞു എനിക്കത് വേണം, അമ്മയ്ക്ക് കഴിക്കാനല്ല, എൻ്റെ മക്കൾക്ക് കഴിക്കാനാണ്. ഒരു മകളെ പറഞ്ഞു വിട്ടു അതിനു വേണ്ടിയിട്ട്. കൽവിഗ്രഹത്തിനോട് നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് നിമിത്തങ്ങളിലൂടെയാണ് അമ്മ സംസാരിക്കുക. ഞാൻ എൻ്റെ നാട്ടിലെ ഒരു ദേവപ്രശ്നവേദി ഓർക്കുകയാണ്. ആ ദൈവജ്ഞന്മാർ വട്ടത്തിലിരുന്നിട്ട് പറഞ്ഞു, ഇവിടുത്തെ വിഗ്രഹം ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന വിഗ്രഹമല്ല, ഇവിടുത്തെ വിഗ്രഹം നഷ്ടപ്പെട്ടു പോയതാണ്. ഇപ്പം കാരണവന്മാരെല്ലാം പറഞ്ഞു ഇല്ല, അങ്ങനെയല്ല. അപ്പോൾ ദൈവജ്ഞൻ പറഞ്ഞു ഞാനങ്ങനെയാണെങ്കിൽ രാശി മടക്കുകയാണ്. കാരണം ഈ രാശിയിൽ തെളിയുന്നത് ഈ വിഗ്രഹം ഇവിടുത്തെ അല്ല, ഈ വിഗ്രഹം പണ്ടേ നഷ്ടപ്പെട്ടു പോയ ഒരു വിഗ്രഹം, ഇവിടുത്തെ മൂലവിഗ്രഹം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെ രാശി മടക്കുകയാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവിടെ കൂടിയിരുന്ന ഭക്തന്മാരെല്ലാം നിശബ്ദരായി. ആ സമയത്ത് പിന്നിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു, ഒരു കൊച്ചുകുട്ടിയുടെ ശബ്ദം. അതെ, ഇത്രയേ ഉള്ളൂ, മതി എന്ന് ദൈവജ്ഞൻ പറഞ്ഞു. കുട്ടി പറഞ്ഞത് ഇതിനുള്ള മറുപടിയല്ല, കുട്ടി അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം സ്വന്തം കളിക്കൂട്ടുകാരനോട് ആ കുട്ടി പറഞ്ഞതാണ് അതെ എന്ന്. ആ നിശബ്ദതയിൽ അതെ എന്ന ശബ്ദം മാത്രമേ കേട്ടുള്ളൂ. ഈ വിഗ്രഹം പണ്ടേ നഷ്ടപ്പെട്ടു പോയതാണ് ഈ ക്ഷേത്രത്തിലെ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്രായമുള്ളവരൊക്കെ പറഞ്ഞു അങ്ങനെ അല്ല അല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് അവസാനം നിശബ്ദമായപ്പോൾ പിന്നിൽ നിന്നും പറഞ്ഞു അതെ. ആ പൃച്ഛ, ആ നിമിത്തം ആ ദേവപ്രശ്നത്തിന് വഴികാട്ടിയായി എന്ന് പറഞ്ഞതുപോലെ ഇവിടെ അപർണ പാർവതി നമുക്ക് വഴികാട്ടുകയാണ്. ആ വഴികാട്ടുന്ന അമ്മ നമ്മളുടെ ക്ഷേത്രസങ്കേതത്തിൽ കലയും ആഹാരവിധാനം പോലും ഒരു കലയായി. അതാണ് ഞാൻ പറഞ്ഞ സുഭശാസ്ത്രം, 3000-ൽ പരം ഭക്ഷ്യവിഭവങ്ങൾ. അതിനെ നമ്മൾ നേദ്യമായിട്ടാണ് കണ്ടത്. ഇപ്പോൾ പല ക്ഷേത്രങ്ങളിലെയും നേദ്യം എന്ന് പറയുന്നത് മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ മുക്കുടി നിവേദ്യം, വഴുതനങ്ങയാണ് അതിലെ പ്രധാന കൂട്ട് എന്ന് പറയുന്നത്. ആ മുക്കുടി നിവേദ്യം ഉദര സംബന്ധമായ രോഗത്തിനുള്ള മരുന്നാണ്. നമ്മുടെ ക്ഷേത്രത്തിൽ നമുക്ക് തരുന്ന ചന്ദനം, കുങ്കുമം, ഇതൊക്കെ തീർത്ഥം, ഇതെല്ലാം വെറും പ്രസാദം മാത്രമല്ല, അത് മരുന്നാണ്. നമ്മുടെ ശരീരഭാഗങ്ങളിൽ മർമ്മപ്രധാനമായ ഭാഗങ്ങളിലാണ് നമ്മളത് തൊടുന്നത്. നമ്മളുടെ നാഡീഞരമ്പുകളിൽ ശരീരത്തിലൂടെ കടന്നു പോകുന്ന നാഡീഞരമ്പുകളിൽ നിരന്തരം വൈദ്യുതി പ്രവാഹം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളൊരു പവർ സ്റ്റേഷനാണ്. അതുകൊണ്ട് നമുക്ക് ഈ സ്ഥൂല ശരീരം മാത്രമല്ല ഉള്ളത്, ഈ മാംസ ശരീരം മാത്രമല്ല ഉള്ളത്, അതിനുള്ളിൽ ഒരു സൂക്ഷ്മ ശരീരമുണ്ട്. ആ സൂക്ഷ്മ ശരീരത്തിന് ഇപ്പോൾ ആധുനിക ശാസ്ത്രം പറയുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് ബോഡി എന്നാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ബോഡി, ഒരു കാന്തിക മണ്ഡലമുണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തിനോട് ചുറ്റി. അതിന് ഓറ എന്നും പറയുന്നുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ഈ ഫ്ലഷി ബോഡിയിൽ, മാംസ ശരീരത്തിൽ അതിൻ്റെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു ഓറയുണ്ട്. അത് ഈ നാഡീ ഞരമ്പുകളിലൂടെ നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വൈദ്യുത പ്രവാഹം ഉണ്ടാക്കുന്ന ഒരു ബോഡിയാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് ബോഡിയാണ്. ആ ഇലക്ട്രോ മാഗ്നറ്റിക് ബോഡിയിലാണ് സത്യത്തിൽ നമ്മുടെ മനസ്സൊക്കെ വ്യാപരിക്കുന്നത്. നമുക്കെന്തുകൊണ്ടാണ് ക്ഷേത്രത്തിൽ വന്നിരുന്ന് നാമം ജപിക്കുമ്പോൾ മനസ്സ് ശാന്തമാകുന്നത്? ആ ക്ഷേത്രത്തിലെ ഉചിതമായ മന്ത്രങ്ങളാണ് ജപിക്കുന്നത് എങ്കിൽ, ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട മന്ത്രങ്ങളാണ് ജപിക്കുന്നതെങ്കിൽ, അത്തരത്തിലുള്ള ഒരു ഫ്രീക്വൻസി ആ മണ്ഡലത്തിൽ സൃഷ്ടിക്കപ്പെടും, ഒരു തരംഗദൈർഘ്യം അവിടെ ഉണ്ടാകും. ആ കൃത്യമായി സൃഷ്ടിക്കപ്പെട്ട ഒരു ഫ്രീക്വൻസിയിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരുമ്പോൾ അവിടെ പ്രതിഷ്ഠ കൊള്ളുന്ന മൂർത്തിയുടെ സ്പന്ദന വിശേഷങ്ങൾ നമ്മുടെ ശരീരത്തിലും സമാനമായി സ്പന്ദിച്ചു തുടങ്ങും. അതുകൊണ്ടാണ് നിയതമായ ആചാര അനുഷ്ഠാന പദ്ധതികൾ ക്ഷേത്രത്തിൽ നിർണയിക്കപ്പെട്ടിരിക്കുന്നത്. ആ ആചാര അനുഷ്ഠാന പദ്ധതികൾ അനുസരിച്ച് അതിൽ മന്ത്രജപത്തിന് വലിയ പ്രാധാന്യമുണ്ട്.
അത് നമ്മുടെ ശരീരത്തിനെയും ബുദ്ധിയെയും മനസ്സിനെയും ഒക്കെ സ്വാധീനിക്കുന്നു. അവിടെ അതിനുതകുന്ന കലാപരിപാടിയെ നടക്കാവുള്ളൂ. അപർണോത്സവം ശരിക്കും പാർവതി എന്ന് പറയുന്നത് പ്രകൃതിയാണ്. ഓം ആപശാന്തി, പൃഥ്വിശാന്തി, അന്തരീക്ഷം ശാന്തി, വനസ്പതയ ശാന്തി, ഓഷധേ ശാന്തി. നമ്മൾ കേവലം മനുഷ്യർക്ക് മാത്രമല്ല ശാന്തി പ്രാർത്ഥിച്ചത്. നമ്മുടെ പൂർവ്വസൂരികൾ, നമ്മുടെ പൂർവികാചാര്യന്മാർ ഈ പ്രകൃതിക്ക് മുഴുവൻ ശാന്തി ഉണ്ടാവട്ടെ. ആ പ്രകൃതി അമ്മയാണ്. നമ്മളുടെ പ്രാചീനമായ ആരാധനാ കേന്ദ്രങ്ങളെ നമ്മൾ കാവെന്നാണ് വിളിച്ചത്. അതുകൊണ്ട് ഈ പാർവതിയുടെ, അപർണയുടെ ഈ കേന്ദ്രത്തെ നമുക്ക് കാവാക്കി മാറ്റണം. ഞാൻ ഇവിടെ വന്ന അന്നേ പറഞ്ഞതാണ്, ഈ ക്ഷേത്ര പരിസരത്ത് മുഴുവൻ നമുക്ക് മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം, ഔഷധ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കണം. ഇവിടെ ഈ ക്ഷേത്രത്തിന് മുന്നിലുള്ള പാടശേഖരങ്ങൾ മുഴുവൻ യാതൊരു സംശയവും വേണ്ട ഒരിക്കൽ ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിരുന്നു. ഈ ക്ഷേത്രത്തിലെ നേദ്യത്തിനുള്ള അരി നാളെ ആ പാടശേഖരത്തിൽ നമുക്ക് കൃഷി ചെയ്ത് ഉണ്ടാക്കാൻ കഴിയണം. എനിക്കറിയില്ല അതിപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗമാണോ അല്ലയോ എന്ന്. അങ്ങനെ അല്ല എങ്കിൽ അത് നിങ്ങൾ വാങ്ങിച്ചിരിക്കണം. ഒരു കണ്ടമെങ്കിലും വാങ്ങിച്ച്, ഇപ്പോൾ ശ്രീപത്മനാഭൻ്റെ തിരുവനന്തപുരത്തെ 18 അടി നീളത്തിലെ 3 വാതിലിലൂടെ നാം കാണുന്ന 12,008 സാളഗ്രാമങ്ങൾ കൊണ്ട് സ്ഥാപിക്കപ്പെട്ട ആ കടുശർക്കര യോഗ വിധാനത്തിലുള്ള ശ്രീ പത്മനാഭന്റെ മുന്നിലെ പുത്തരിക്കണ്ടം മൈതാനം ഇന്ന് സർക്കാരിൻ്റെയാ. ശ്രീ പത്മനാഭന്റെ നേദ്യ നെല്ലുണ്ടാക്കാനുള്ള പാടമായിരുന്നു. നമ്മൾ തിരുവാന്താംകുന്നിൽ അമ്മയുടെ മുന്നിലേക്ക് ചെന്നാൽ അവിടെ ഒരു സവിശേഷമായ ചടങ്ങുണ്ട്. കർക്കിടകത്തിൽ അവിടെ ഭഗവതി കണ്ടമുണ്ട്. നോക്കൂ, നമ്മുടെ ക്ഷേത്രവും ആഹാരം മാത്രമല്ല, ആഹാരത്തിനുള്ള അന്നമുണ്ടാക്കുന്ന ക്ഷേത്രം ഭഗവതിയുടേതാണ്. ഭഗവതി കണ്ടമുണ്ട്. ആ ഭഗവതി കണ്ടത്തിൽ ഞാറു നടുന്നത് പുലയ വിഭാഗത്തിലുള്ളവരാണ്. പുലയ വിഭാഗത്തിലുള്ളവര് വ്രതമെടുത്ത് ഇന്നും ആ ക്ഷേത്രത്തില്, ആ ഭഗവതിക്കാവിൻ്റെ മുന്നിലുള്ള കണ്ടത്തില് ഞാറ് നടുന്നത് വ്രതമെടുത്ത ആചാരാനുഷ്ഠാനങ്ങളോടുകൂടിയാണ്. ആരാണ് ഈ പുലയൻ എന്ന് പറഞ്ഞാൽ? ഒരു കാലത്ത് നമ്മൾ പറഞ്ഞു താഴ്ന്ന ജാതിക്കാർ. അങ്ങനെയല്ല. പുലയൻ എന്ന വാക്കിൻ്റെ അർത്ഥം അറിയുമോ? പുലമാളുന്നവൻ എന്നാണ് അർത്ഥം. പുലമെന്താണ്? പുലമെന്നാൽ കൃഷിസ്ഥലമെന്നാണ്. പുലമെന്നാൽ കൃഷിസ്ഥലമെന്നാണ്. കൃഷിസ്ഥലം സ്വന്തമായിട്ടുണ്ടായിരുന്നവനാണ് പുലയൻ. ഈ ഹിന്ദു സമൂഹത്തിലെ ജനങ്ങളെ തീറ്റിപ്പോറ്റാൻ ഭൂമിയുടെ ഉടമസ്ഥനായിരുന്ന പുലയനെ നമ്മൾ കുടികിടപ്പുകാരനാക്കി മാറ്റി. നമ്മുടെ ജാതിബോധം അതാദ്യം മാറണം. പുലയ രാജാക്കന്മാരിവിടെ ഉണ്ടായിരുന്നു. പുലയനാർ കോട്ടയുണ്ടായിരുന്നു. തിരുവനന്തപുരത്തെ ഒരു സ്ഥലത്തിൻ്റെ പേര് പുലയനാർ കോട്ട എന്നാണ്. ഈ ഹിന്ദു സനാതന ധർമ്മത്തിൽ ഒരു ജാതിയും താഴ്ന്നതായിരുന്നില്ല. വിശ്വകർമ്മജൻ, ഈ വിഗ്രഹം പണിതവൻ്റെ പേര് വിശ്വകർമ്മജൻ എന്നാണ്. ഇത് തമിഴ്നാട്ടിലെ ഒരു വലിയ ശില്പിയാണ് പണിതത്. എനിക്ക് നേരിട്ട് പരിചയമുള്ള ശില്പിയാണ്. അയാളെ കൊണ്ട് ഞാൻ ഇതിനു മുമ്പ് നിരവധി വിഗ്രഹങ്ങൾ ചെയ്യിച്ചിട്ടുണ്ട്. അതിമനോഹരമായി വിഗ്രഹങ്ങൾ ചെയ്യുന്നയാളാണ്. അവൻ്റെ പേര് വിശ്വകർമാവെന്നാണ്. വിശ്വകർമ്മജൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ബ്രഹ്മാവിൻ്റെ അവതാരമാണ്. ഏത് ജാതിയാണ് താന്നത്? നമുക്ക് ഈ ജാതിബോധത്തിൽ മേലാളനും കീഴാളനും ഉണ്ടായപ്പോഴാണ് നമ്മൾ അധപ്പതിച്ചത്. അതുകൊണ്ട് അപർണോത്സവം ജാത്യതീതമായ ആഘോഷമാകണം. ഈ ഗ്രാമത്തിലെ കർഷകരെ ആദരിക്കുന്ന ഉത്സവമാകണം. ഈ ഗ്രാമത്തിൽ വർഷത്തിലൊരിക്കൽ ഏറ്റവും വലിയ മരച്ചീനി ഉൽപ്പാദിപ്പിച്ച കർഷകനെ ഇവിടെ ആദരിക്കണം. ഈ വർഷത്തിലൊരിക്കൽ ഈ പ്രദേശത്ത് ഏറ്റവും വലിയ കാച്ചിൽ ഉൽപ്പാദിപ്പിച്ച ആളിനെ, കിഴങ്ങ് ഉൽപ്പാദിപ്പിച്ച ആളിനെ നമ്മൾ ഈ വേദിയിൽ ആദരിക്കണം. കർഷകനെ ആദരിക്കണം. കർഷകൻ എന്ന് പറയുന്നത് നമ്മളുടെ അന്നദാതാവാണ്. ഇതാ കേരളത്തിൽ കൃഷി മുച്ചൂടും മുടിഞ്ഞിരിക്കുകയാണ്. ഫ്ലാറ്റ് സംസ്കാരം വന്നിരിക്കുകയാണ്. കാവുകളെല്ലാം കോൺക്രീറ്റ് കുടീരങ്ങളായി മാറുകയാണ്. നമുക്ക് കാവുകളെ ഉണ്ടായിരുന്നുള്ളൂ. കാവുകളെ മുഴുവൻ നമ്മൾ കോൺക്രീറ്റ് കൂടാരങ്ങളാക്കി മാറ്റി. അതുകൊണ്ട് കാവുകൾ നമുക്ക് വീണ്ടും കാവുകളെ നമുക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയണം. നമ്മളുടെ അമ്പലപ്പറമ്പുകൾ മുഴുവൻ ഫലവൃക്ഷങ്ങൾ കൊണ്ട്
ഔഷധ സസ്യങ്ങൾ കൊണ്ട് സമ്പന്നമാവണം. അങ്ങനെ ഒരു വീണ്ടെടുപ്പിൻ്റെ ഉത്സവമാവണം നമ്മുടെ ക്ഷേത്രകലകൾ. നോക്കൂ, വാസ്തുകല മാത്രമല്ല, ഈ ക്ഷേത്രത്തിലെ വിഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞു. നമ്മുടെ വിഗ്രഹങ്ങളുടെ വിധാനം തന്നെ നോക്കൂ. ശിലാമയി, ദാരുമയി, ലോഹമയി, ലേഖ്യം, മൃണ്മയി, ഏതെല്ലാം വിധാനങ്ങളിൽ വിഗ്രഹങ്ങളുണ്ട്. ശില കൊണ്ടുണ്ടാക്കാം വിഗ്രഹം, ലോഹം കൊണ്ടുണ്ടാക്കാം വിഗ്രഹം, മണ്ണ് കൊണ്ടുണ്ടാക്കാം. അതാണ് മൃണ്മയി എന്ന് പറഞ്ഞത്. ലേഖ്യം എന്ന് പറഞ്ഞാൽ ഒരു ചിത്രം വരച്ചു വച്ചാൽ അത് വിഗ്രഹത്തിൻ്റെ തത്തുല്യമാണ്. ഈ ക്ഷേത്ര സങ്കേതത്തിലെ വർഷങ്ങൾക്ക് ശേഷം നമ്മളിവിടെ ചൈതന്യത്തെ കുടിയിരുത്തുകയാണ്. ഇതിൻ്റെ ധ്യാനം പാർവതിയുടെ ധ്യാനമാണെന്നാണ് മനസ്സിലാവുന്നത്. ആ പാർവതിയുടെ ധ്യാനമനുസരിച്ചുള്ള ഒരു ചിത്രം രൂപപ്പെടണം. ആ ചിത്രം ഈ ഗ്രാമത്തിലെ ഓരോ വീട്ടിലും ഉണ്ടാവണം. ഇന്ന് അതിമനോഹരമായ, ആത്മനിർഭരമായ, ആത്മീയഭരിതമായ ഈ സങ്കേതത്തിൽ വന്നപ്പോൾ അമ്മ എൻ്റെ മനസ്സിൽ തോന്നിച്ച 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുകയാണ്. സ്വീകരിക്കാം, തള്ളിക്കളയാം. ഒന്ന്, എല്ലാം കൊണ്ടും സമ്പൂർണ്ണമായി മനോഹരമായി നിങ്ങൾ ക്ഷേത്രം പണിതു, പ്രതിഷ്ഠിച്ചു. അമ്മയ്ക്കൊരു പ്രഭാമണ്ഡലത്തിൻ്റെ കുറവുണ്ട്. ആ പ്രഭാമണ്ഡലം ഇന്ന് തന്നെ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഞാനത് ചെയ്യും എന്നേറ്റിട്ടേ ഇവിടുന്ന് പോകാവൂ. എത്രയോ തലമുറയ്ക്ക് വേണ്ടി എൻ്റെ കുടുംബം, എൻ്റെ സ്ഥാപനം, അല്ലെങ്കിൽ ഞാൻ ആ പ്രഭാമണ്ഡലം സമർപ്പിക്കുന്നു എന്ന് നിശ്ചയം ചെയ്തിട്ടേ പോകാവൂ. 2, അമ്മയുടെ വാഹനം ആ നമസ്കാര മണ്ഡപത്തിൽ ഇല്ല. അതൊരു പക്ഷേ സംഘാടകർ മറന്നുപോയതാണോ എന്നെനിക്കറിയില്ല. അത് ശിലാമയിയായ അമ്മയുടെ വാഹനം സിംഹാരൂഢയാണ്. അത് പാർവതിയാണെങ്കിലും ദുർഗയാണെങ്കിലും ആ ശിലാമയിയായ വിഗ്രഹത്തിൻ്റെയും കുറവ് അവിടെ കണ്ടു. അതുപോലെ സ്ത്രീലകത്ത് വേണ്ടത്ര വിളക്കുകൾ കണ്ടില്ല. അത് എത്ര വേണമെങ്കിലും നമുക്ക് സമർപ്പിക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ഈ 2-3 കാര്യങ്ങളുടെ ചെറിയ കുറവ് ഇവിടെ കണ്ടു. അതിലൊരു കുറവ്, അമ്മയ്ക്ക് നേദ്യം കൊടുക്കാനുള്ള പാടം അടുത്ത വർഷമേലും ആകുമ്പോൾ സ്വന്തമായിട്ട് നമുക്കുണ്ടാവണം, അവിടെ കൃഷി നടക്കണം എന്നുള്ളതാണ്. ഇപ്പം നാട്ടിലെ കർഷകനെ ആദരിക്കുന്ന ഒരു സങ്കേതമായി മാറണം ഈ അപർണോത്സവം. ഇവിടെ ക്ഷേത്രകലകളായിരിക്കണം അരങ്ങേറേണ്ടത്. സോപാന സംഗീതം അവിടെ കൊട്ടിപ്പാടുമ്പോൾ വേടൻ്റെ പേക്കൂത്തുകളല്ല നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. രാഗബദ്ധമായി നമ്മുടെ മനസ്സിനെ താളബദ്ധമായി നമ്മളെ ശാന്തമാക്കുകയാണ്. നാഡീ ഞരമ്പുകളെ വലിച്ചു മുറുക്കി പൊട്ടിച്ച് നമ്മുടെ മനസ്സിനെ ഭ്രാന്തിലേക്ക് നയിക്കുന്നതല്ല സംഗീതം. നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്നതാണ് ഭാരതീയ സംഗീതം. ഓരോ രാഗവും നമ്മളുടെ മനസ്സിനെ സ്പർശിക്കുന്നതാണ്. രാഗബദ്ധമാണ് നമ്മുടെ സംഗീതം. അല്ലാതെ മനസ്സിനെ കലുഷിതമാക്കുന്നതല്ല നമ്മുടെ താളങ്ങൾ, സംഗീതങ്ങൾ. അവിടെ ചിത്രകലയുണ്ട്, ശില്പകലയുണ്ട്, ആഹാരം പോലും ഇവിടെ കലയാണ്. ആ രീതിയിലെ കലയെയും സാഹിത്യത്തെയും എല്ലാം അംഗീകരിക്കുന്ന, ആദരിക്കുന്ന, നമ്മളുടെ മനസ്സുകളെ സംസ്കരിക്കുന്ന, വിമലീകരിക്കുന്ന കേന്ദ്രമായി ഈ പുണ്യസങ്കേതം മാറണം. അതിന് ഇനിയുള്ള കാലത്ത് അപർണോത്സവം നമുക്ക് പ്രചോദനവും പ്രേരണയുമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന സമ്പർക്ക പ്രമുഖ്. ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമദേവാ ഭദ്രം പശ്യേമാക്ഷഭിര്യജത്രാः സ്ഥിരൈരംഗൈസ്തുഷ്ടവാംസസ്തനൂഭിർവ്യശേമദേവഹിതം യദായോ. കൊല്ലവർഷത്തിന് ആരംഭത്തിന് പ്രേരണയായ കൊല്ലം ജില്ല നവോത്ഥാന നായകന്മാരായ അമ്മയുടെയും പരമഭട്ടാരക ചട്ടമ്പിസ്വാമി തിരുവടികളുടെയും സ്മരണയോടെ ഉയർത്തുന്ന കൊല്ലം ജില്ല പത്മശ്രീ മടവൂരാശാൻ, പത്മശ്രീ പ്രൊഫസർ ONV, പത്മശ്രീ സുഗതകുമാരി മുതലായിട്ടുള്ളവരുടെയൊക്കെ ജന്മനാടായിട്ടുള്ള കർമ്മഭൂമിയായിട്ടുള്ള കൊല്ലം ജില്ല, ജ്ഞാനയോഗിയായിട്ടുള്ള ശൂരനാട് കുഞ്ഞൻപിള്ള, S. ഗുപ്തൻ നായർ, പന്മന രാമചന്ദ്രൻ നായർ, എളംകുളം കുഞ്ഞൻപിള്ള,
ലളിതാംബിക അന്തർജനം എത്രയോ പേരുടെ കർമ്മഭൂമിയായിട്ടുള്ള ജന്മഭൂമിയായിട്ടുള്ള സാംസ്കാരിക പൈതൃക കേന്ദ്രമായിട്ടുള്ള കൊല്ലം ജില്ല, പ്രകൃതി രമണീയമായിട്ടുള്ള അഷ്ടമുടിക്കായലിൻ്റെയും കല്ലടപ്പുഴയുടെയും മറ്റും നാടായിട്ടുള്ള ഈ കൊല്ലം ജില്ല, അവിടെ കുടികൊള്ളുന്ന ഈ അപർണാദേവിയുടെ ക്ഷേത്രം, ഈ ക്ഷേത്രത്തിൽ ഇന്ന് ഒരു പ്രതിഷ്ഠ കഴിഞ്ഞിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മളെല്ലാവരും അസന്നിഹിതരായിട്ടുള്ളവർ, ശ്രദ്ധിച്ചിട്ടുള്ളവർ കേട്ടിട്ടുണ്ടായിരിക്കും. ഇവിടുത്തെ ഗുരുസ്ഥാനീയനായിട്ടുള്ള തന്ത്രിവര്യൻ ചൊല്ലിയിട്ടുള്ള ഒരു ശ്ലോകമുണ്ട്. ഏത് ക്ഷേത്രത്തിലാണെങ്കിലും പ്രതിഷ്ഠിക്കുന്ന സമയത്ത് ലോകാനുഗ്രഹേത്വർത്ഥം സ്ഥിരീഭവ സുഖായന. ലോകം മുഴുവൻ തിളങ്ങി വളങ്ങുന്ന അപർണാദേവിയാണ്. അപർണ എന്ന് പറഞ്ഞാൽ തന്നെ പർണത്തിനെ മുഴുവൻ വരെ ഉപേക്ഷിച്ച ഡോക്ടർ മധുജി പറയേണ്ടായി. ഇന്നത്തെ ഫുഡ് സിസ്റ്റം, ഇന്നത്തെ ലൈഫ് സ്റ്റൈല്, ഇതൊക്കെ അപർണ എന്നുള്ള ശബ്ദവുമായി ബന്ധപ്പെട്ടതാ. ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട്, ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച ആള് അപർണ എന്ന് ഇട്ട പേരല്ല, കിട്ടിയ ബിരുദമാണ്. ആ അപർണ, ആ ലക്ഷ്യം, ആ അപർണ ഉത്സവം ഇന്ന് നമ്മൾ ആചരിക്കുന്നു. ആ അപർണാദേവിയുടെ ഉത്സവമായിട്ട് ഇത് ആദ്യത്തെ ഉത്സവം, പ്രതിവർഷം വരാൻ പോകുന്ന ഒരു ഉത്സവം, ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വരാൻ പോകുന്ന ഒരു ഉത്സവം. ഇവിടെ എത്രയോ പേരുടെ പൂർണ്ണമായ ത്യാഗമാണ്, അപർണത്വമാണ് നമ്മൾ കാണുന്നത്. അവിടെ അടുക്കളയിൽ മുതൽക്ക് അകത്ത് കർമ്മം ചെയ്യുന്നവർ, കൽപ്പണിക്കാർ, ആശാരിമാർ, കുലാലേഭ്യശ്ച വോ നമോ നമഃ, തക്ഷകേഭ്യശ്ച സർപ്പിഞ്ചരേഭ്യശ്ച, എല്ലാ വിഭാഗത്തെപ്പെട്ടുള്ളവരുടെയും സമ്പൂർണമായ അപർണത്വമാണ്. അവർക്ക് അനവധി വർഷങ്ങളായിട്ട് ഒരു പക്ഷേ നമുക്ക് എന്തോ കഷ്ടകാലത്തിന് ഇപ്പോഴേ ഇവിടെ വരാനുള്ള നിയോഗമായുള്ളൂ. എത്രയോ കാലമായിട്ട് ഒരു പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ടവർ ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ, ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ഇതായിരിക്കും മനസ്സിൽ. അവർക്ക് ജോലി ഉണ്ടാവും, കുടുംബം ഉണ്ടാവും, ഭാര്യ ഭർത്താവ്, അതിൻ്റെ ഇടയിൽ മുഴുവൻ ആ ഒരു ചിന്ത. ഇത്രയും അമ്മമാർ ഈ രാത്രി വൈകിയ വേളയിൽ ഇവിടെ വന്നിരിക്കുന്നു. സംശയമൊന്നുമില്ല, ഇവരുടെ എല്ലാവരുടെയും ഉള്ളിൽ ഈ അപർണത്വം എന്നുള്ള ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ദേവി അപർണ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട് വിവിധ രൂപത്തിൽ. ഗോമാതാവ്, ഒരു ഗോശാല എന്നൊക്കെ അവിടെ എഴുതി കണ്ടു. ലക്ഷ്മി ദേവിയായിട്ട്, ഐശ്വര്യായിട്ട് ഇരിക്കുന്ന ഗോമാതാവ്. ലക്ഷ്മീശ ഗോമയെ നിത്യം പവിത്രാമ സർവമംഗള എന്ന് പറയുന്നു. ഗോമാതാവിനെ അമ്മയായിട്ട് എല്ലാ ജീവികളുടെയും പ്രതിനിധിയായിട്ടുള്ള ഗോമാതാവിനെ പൂജിക്കാൻ പഠിപ്പിക്കുന്ന സനാതനധർമ്മം. അതുപോലെ സസ്യലതകൾ, ചെടികൾ, ഔഷധ സസ്യങ്ങൾ, ഔഷധ വനോദ്യാനങ്ങൾ. കുറച്ചു മുമ്പ് ക്ഷേത്ര സംരക്ഷണ അടുത്ത ആഴ്ച സമിതിയുടെ സംസ്ഥാന സമ്മേളനം വരാൻ പോവാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പിൽ ഇതിൽ സംസ്ഥാന സമിതി അംഗങ്ങൾക്ക് അല്ലെങ്കിൽ ജില്ലാ കാര്യകർത്താക്കൾക്ക് അറിയാം, ഒരു സംസ്ഥാന സമ്മേളനത്തിന് പാലക്കാട് വെച്ച സംസ്ഥാന സമ്മേളനത്തിന് വെച്ചിട്ട് അന്ന് ഞങ്ങൾ പണ്ട് നമ്മൾ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ആര്യവൈദ്യ ഫാർമസിയുടെ MD ആയിരുന്ന പത്മശ്രീ ഡോക്ടർ പ്രിയ യശസ്വരീനായിട്ടുള്ള കൃഷ്ണകുമാർജി, അദ്ദേഹം വന്ന് അവിടെ വെച്ച് പറഞ്ഞു, ഓരോ ക്ഷേത്രങ്ങളും ചികിത്സാ കേന്ദ്രങ്ങളാവണം. ദൈവവ്യപാശ്രയ ചികിത്സാ കേന്ദ്രം എന്നാണ് ഞങ്ങൾ ക്ഷേത്രത്തിന് പറയുക. യുക്തിവ്യപാശ്രയ ചികിത്സ, തത്വജയ ചികിത്സ, ദൈവവ്യപാശ്രയ ചികിത്സ എന്നൊക്കെ പറഞ്ഞ് ചികിത്സ പല വിധത്തിലുണ്ട്. അപ്പം അത്തരത്തിൽ കായ, ബാല, ഗ്രഹ, ഊർധ്വാംഗ, ശല്യ, ദംഷ, ജരാവൃഷാദി ചികിത്സകൾ വിദ്യാമണ്ണം നടക്കേണ്ട ക്ഷേത്രങ്ങളാണ്. അതൊരു മരുത്തോർവട്ടം മാത്രമല്ല, അതൊരു നെല്ലുവായ മാത്രമല്ല, എല്ലാ ക്ഷേത്രങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പം അത്തരത്തിൽ സമിതിയുടെ ക്ഷേത്രങ്ങളെങ്കിലും ചുരുങ്ങിയതാവണം എന്നുള്ള രീതിയിൽ സംസ്ഥാന സമ്മേളനത്തിൻ്റെ സമാപന സഭയിൽ വെച്ചിട്ട് അധ്യക്ഷ പ്രഭാഷണം പറയേണ്ടായി. ഏതായാലും അതിനുശേഷം അദ്ദേഹം സമാധി പ്രാപിച്ചു. ചെറിയൊരു അപേക്ഷയാണ്, ഈ ക്ഷേത്രമെങ്കിലും ഒരു മാതൃകയായിട്ട് അത്തരത്തിൽ ഒരു ചികിത്സാ കേന്ദ്രമാവുക. നമുക്ക് ആവശ്യമുള്ള തഴുതാമ, നമുക്ക് ആവശ്യമുള്ള ഔഷധ സദ്യങ്ങൾ ശുദ്ധമായിട്ട് ഇന്നിപ്പോൾ ആര്യവൈദ്യ ഫാർമസിയിലുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും PNNMA മെഡിക്കൽ കോളേജിലും പല ദിക്കിലും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിലും അവിടെ കൂടുതലുള്ള ഡോക്ടർമാരും പറയാറുണ്ട്, കുറിപ്പ് എഴുതണമെന്നേ ഉള്ളൂ, അമൃതാരിഷ്ടം എന്ന് എഴുതി അതിൽ എന്തൊക്കെ ചെടിയാണ് ചേർക്കണമെന്ന് പറയാൻ പറ്റില്ല.
ചുമ വന്നു, വ്യോഷാദി വടകം എന്ന് എഴുതി കൊടുക്കണു. ഈ വ്യോഷാദി വടകം സ്വന്തം സ്ഥാപനം തന്നെയായിരിക്കും ഉണ്ടാക്കുന്നത്. പക്ഷെ അതിലിപ്പോൾ എന്തൊക്കെ ഇലയെ കിട്ടണമെന്നറിയാൻ മേല. എന്തുകൊണ്ട് നമ്മളത് ദോഷം പറയണ്ട? നമ്മുടെ ഓരോ ക്ഷേത്രം നമ്മുടെ വീട് കേന്ദ്രീകരിച്ച്, അന്ന് അങ്ങനെയാണ് കൃഷ്ണകുമാർജി ഒരു പദ്ധതി പറഞ്ഞത്. ഒരു ക്ഷേത്രം കേന്ദ്രീകരിച്ച് ചുരുങ്ങിയത് ഒരു 25-30 ഭവനങ്ങൾ തിരഞ്ഞെടുക്കുക, ഒരു 10 ഔഷധ സസ്യങ്ങൾ അവിടെ വെച്ചുണ്ടാക്കുക. ആ ഔഷധ സസ്യങ്ങൾ ഇന്നീ സ്ഥാപനങ്ങൾക്ക് സമാജമായിക്കോട്ടെ, നാഗാർജുനയായിക്കോട്ടെ, കോട്ടയ്ക്ക് അവർക്കൊക്കെ മരുന്ന് ആവശ്യമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഫെസിലിറ്റേറ്റിംഗ് സെൻ്ററായിട്ട് നമുക്കറിയാം, കേരള ക്ഷേത്ര സംരക്ഷണ സമിതി തന്നെ കോവിഡ് മൂർധന്യമായിട്ടുള്ള അവസരത്തിൽ ഇത്രയും മാതൃസമിതി ഇരിക്കുന്നു. ആ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ഓരോ ജില്ലകളിലും മാസ്ക് നിർമ്മാണം, ഭസ്മ നിർമ്മാണം, കുങ്കുമ നിർമ്മാണം മുതലായ വിവിധ കർമ്മങ്ങൾ ചെയ്ത് അയാൾ സ്വയം സമ്പാദിക്കുകയും ചെയ്തു. ട്രിപ്പിൾ ലോക്ക്ഡൗൺ വരെയുള്ള സമയത്ത് എന്തുകൊണ്ട് എല്ലാ അമ്മമാർക്കും ഒരു തൊഴിലവസരമായി കൂടാ? ഗുരുദേവൻ പറയുന്നു, ക്ഷേത്രങ്ങൾ വ്യവസായശാലകളാവണം, വിദ്യാലയങ്ങളാവണം. എന്തുകൊണ്ട് ക്ഷേത്രത്തിൽ വരുന്നു, സാമൂഹ്യാരാധനയിൽ പങ്കെടുക്കുന്നു, പാഠശാല ഉണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കാം, സത്സംഗം ഉണ്ടെങ്കിൽ പങ്കെടുക്കാം, അതൊക്കെ ആവാൻ വിരോധമില്ല. ഒപ്പം ഒരു അരമണിക്കൂർ ഒരു തൊഴില് ശുദ്ധമായി. ഇന്ന് കുങ്കുമത്തെ പറ്റി, ചന്ദനത്തെ പറ്റി പറഞ്ഞു. ഒരു റിപ്പോർട്ട് എനിക്കിവിടെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. നല്ലൊരു ശതമാനം ലങ് രോഗങ്ങൾ വരുന്നത് അമ്പലത്തിൽ പൂജ ചെയ്യുന്ന ആളുകൾക്കാണ്. അവിടെ ഉപയോഗിക്കുന്ന എണ്ണ, അവിടെ ഉപയോഗിക്കുന്ന കർപ്പൂരം, അവിടെ എന്തുകൊണ്ട് ശുദ്ധമായ വസ്തുക്കൾ നമ്മുടെ ക്ഷേത്രത്തിൽ നിർമ്മിച്ചുകൂടാ? കേരള ക്ഷേത്ര സംരക്ഷണ സമിതി നിശ്ചയിച്ച ഒരു കാര്യമാണ്. ക്ഷേത്രത്തിന് വേണ്ടുന്ന ശുദ്ധമായിട്ടുള്ള വസ്തുക്കൾ നല്ല കൂട്ടായ്മയോടുകൂടി ശുദ്ധമായ രീതിയിൽ നിർമ്മിക്കുക. തദേവയുക്തം ഭേഷജം തദേവഹിതമൗഷധം. അന്നപൂർണാദേവിയുടെ കാര്യമാണല്ലോ പറഞ്ഞത്, ചരകസംഹിതയെ തന്നെയാണ് പറയുന്നത്. കഴിക്കുന്ന അന്നം ശുദ്ധമായിട്ടുണ്ടാക്കണം. അതുപോലെ വസ്തുക്കളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അത്തരത്തിൽ ശുദ്ധമായി ക്ഷേത്രത്തിന് വേണ്ടുന്ന വസ്തുക്കൾ ഉണ്ടാക്കണം എന്ന് പറയാം. എവിടെയെങ്കിലും ഒരു തീം തുടങ്ങണ്ടേ? ഈ അപർണ ക്ഷേത്രത്തിൽ തന്നെയായാൽ എന്താ, കുറച്ച് പേർക്ക് തൊഴിലായി. അമ്മമാർക്ക് ക്ഷേത്രത്തിൽ തൊഴാൻ വരുന്നു, അവർക്കൊരു തൊഴിലാണ്, ഒരു വരുമാനമാണ്. തൊഴിലെന്നല്ല, ഒരു വരുമാനമാണ്. അത്തരത്തിൽ നിർമ്മിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ശുദ്ധമായ ചന്ദനം, ശുദ്ധമായ ഭസ്മം. ഈ കൊല്ലം ജില്ലയിൽ നിന്ന് നമുക്ക് വളരെ സന്തോഷമുണ്ട്. പണ്ടൊരു തവണ യാദൃശ്ചികമായിട്ട് നമ്മുടെ നവമാധ്യമത്തിൽ ഒരു മെസ്സേജ് വന്നു. ഒരു റിട്ടയേർഡ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം പറഞ്ഞു, ശുദ്ധമായിട്ടുള്ള ഭസ്മം ഞങ്ങളുടെ വീട്ടിൽ ഗോശാല ഉണ്ട്. അദ്ദേഹം റിട്ടയേർഡ് മിലിറ്ററി ഉദ്യോഗസ്ഥനാണ്. ശുദ്ധമായിട്ടുള്ള ഭസ്മം നിർമ്മിക്കുന്നുണ്ട്, ആചാര്യന് വേണമെങ്കിൽ സ്വീകരിക്കാം. 10 നേരിട്ട് ഞാൻ പറഞ്ഞു, 10 ആവട്ടെ. തക്കാലത്ത് 10 എന്ന് പറഞ്ഞാൽ സഞ്ചിയിൽ അത്രയും സ്ഥലമുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ നിരന്തരം യാത്ര. ഇന്നിവിടെ, നാളെ എറണാകുളത്ത്, വൈകിട്ട് കാസർഗോഡ്, ഇങ്ങനെ യാത്രയാണ്. അപ്പോൾ അതുകൊണ്ട് സഞ്ചിയിൽ ഇത്രയും സ്ഥലമേ ഉള്ളൂ. 10 എടുത്തോളാൻ പറഞ്ഞു. പോക്കറ്റിലും അത്രയേ ഉള്ളൂ. അതുകൊണ്ട് എന്തുകൊണ്ട് നമുക്ക് അത്തരത്തിൽ ഭസ്മ നിർമ്മാണമായിക്കൂടാ? ഗോമാതാവുണ്ട്. നമ്മുടെയൊക്കെ വീടിൻ്റെ പരിസരത്ത് വീട്ടുകളിലും ഗോമാതാവുണ്ടെങ്കിൽ ശുദ്ധമായ ഭസ്മം എന്തുകൊണ്ടുണ്ടാക്കിക്കൂടാ? അത്തരത്തിലൊരു മാതൃകാ ഗ്രാമം ഈ ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ച്, ക്ഷേത്രമിതമായിട്ടുള്ള വസ്തുക്കളായിക്കോട്ടെ, അതല്ലാത്ത വസ്തുക്കളെ ആവാം, അത്തരത്തിൽ ശുദ്ധമായ വസ്തുക്കൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുക. അത്തരത്തിൽ സമൂഹാത്മ ചൈതന്യ സംസ്കാര കേന്ദ്രം. സംസ്കാരം ഉണ്ടാവുന്നത്, ചൈതന്യം ഉണ്ടാവുന്നത് ആരോഗ്യം ഉണ്ടാവുമ്പോഴാണ്. അത്തരത്തിൽ സമൂഹാത്മകമായിട്ടുള്ളൊരു ചൈതന്യം, ശക്തിയുടെ കേന്ദ്രം എന്താവശ്യമുണ്ടെന്നുണ്ടെങ്കിലും ഈ അപർണ ക്ഷേത്രത്തിൽ വന്നാൽ കിട്ടും. അത്തരത്തിൽ ഒരു ഫെസിലിറ്റേറ്റിംഗ് സെൻ്ററായി മാറട്ടെ. നാളെ കൊല്ലം ജില്ല എന്നല്ല, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തിൽ നിന്നും ആളുകൾക്ക് ശാന്തിക്കും സമാധാനത്തിനും തൊഴിലിനും വിദ്യയ്ക്കും എല്ലാ കാര്യത്തിനും എത്തിച്ചേരാവുന്ന വിധത്തിൽ നമ്മുടെ ക്ഷേത്രം മാറട്ടെ. അതിന് നമ്മളുടെ കൂട്ടായ ഒറ്റക്കെട്ടായ പ്രയത്നം അത് മാത്രം മതി. നേരത്തെ സൂചിപ്പിച്ചു, ഒന്നുമില്ലാതെ കിടന്നിരുന്ന ഒരു കരിങ്കല്ല് മലപ്പുറം ജില്ലയിൽ ഇന്നൊരു മഹാക്ഷേത്രമായി. മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ അതിരുദ്രയാഗം നടന്ന ക്ഷേത്രമാണിത്. അത്തരത്തിലൊരു മഹാക്ഷേത്രമായി ഒരു ക്ഷേത്രം എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ മാതൃകയായിട്ട് ചെയ്യുന്ന എത്രയോ പേർക്ക് വിദ്യാഭ്യാസ സഹായം, എത്രയോ പേർക്ക് ചികിത്സാ സഹായം, നിരന്തരമായ പാഠശാല ക്ലാസ്, സത്സംഗം, ഇതൊക്കെ നടക്കുന്ന, സാമൂഹ്യാരാധന കൃത്യമായി നടക്കുന്ന ക്ഷേത്രം. എന്തുകൊണ്ട് അത്തരത്തിലൊരു ഫെസിലിറ്റേറ്റിംഗ് സെൻ്ററായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കില്ല? ഇനി നിറഞ്ഞിരിക്കുന്ന അമ്മമാർ
ഇത്രയും രാത്രിയുടെ ഈ വൈകിയ വേളയിൽ ഈ നിറഞ്ഞിരിക്കുന്ന അമ്മമാര് ഇത് പ്രത്യക്ഷ പ്രമാണമാണ്, ഒരു സംശയവുമില്ല. ഈ ഇരിക്കുന്ന ഓരോരുത്തരും അപർണാദേവിയുടെ നിയോഗം ഉള്ളവരാണ്. കോടിക്കോടി ജന്മത്തിൻ്റെ പുണ്യം കൊണ്ടാണ് ഒരു മനുഷ്യജന്മം കിട്ടുന്നത്. അതിത്തെ തന്നെ പറ്റാവുന്ന ആരോഗ്യം, ശരീരം, ശക്തി ഇതൊക്കെ ഉണ്ടാവുക വളരെ ദുർലഭം. അതിൽ തന്നെ ചെയ്യാനുള്ള മനസ്ഥിതി ഉണ്ടാവുക. സമൂഹത്തിൻ്റെ നന്മയുടെ കേന്ദ്രം ക്ഷേത്രം. കാശി ലോകോത്തര നഗരമായത് അവിടെ വിശ്വനാഥ ക്ഷേത്രം ഉള്ളതുകൊണ്ട്, ദ്വാരക ലോകോത്തര നഗരമായതുകൊണ്ട് ദ്വാരക ക്ഷേത്രം ഉള്ളതുകൊണ്ട് അത്തരത്തിൽ ഒരു ലോകോത്തര സ്ഥാനമായി കാണുക. നാളെ ലോകത്തിൻ്റെ ആളുകൾ നാനാഭാഗത്തിൽ നിന്നും ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി മാത്രമല്ല ചികിത്സയ്ക്കും. ഏഷ്യയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ ഭാരതത്തിലാണെന്ന് ഓർക്കണം, അമൃതാനന്ദമയി മഠത്തിൻ്റെ. അതുപോലെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തിൻ്റെ ആളുകളും ചികിത്സയ്ക്ക്, ശാന്തിക്ക്, സമാധാനത്തിന് വരുന്ന ഒരു കേന്ദ്രമായി മാറട്ടെ ഈ ക്ഷേത്രം. അത് മാറും എന്നുള്ളതിൽ സംശയമില്ല. നമുക്ക് ഓരോരുത്തർക്കും അതിലെന്ത് പങ്കുവഹിക്കാൻ സാധിക്കും. അമ്മയുടെ നിയോഗം കൊണ്ട് നമ്മളെല്ലാം നിയോഗിക്കപ്പെട്ടവരാണ്. എല്ലാവർക്കും അതിനുള്ള ശക്തി അന്നപൂർണേശ്വരി ദേവി ഇവിടെ തരട്ടെ, അപർണാദേവി തരട്ടെ. അതിന് അപർണയാവാൻ സാധിക്കണം. എൻ്റെ സുഖങ്ങൾ കുറച്ച് ത്യജിക്കാൻ സാധിക്കണം. ആ ത്യജിച്ച ആളാണ് അപർണ. അതിന് ഗുരുപരമ്പരയുടെയും 100ാം വാർഷികം ആചരിക്കുന്ന സമിതി ആചാര്യനായിട്ടുള്ള സ്വർഗീയ മാധവജിയുടെയും ഒക്കെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമിതിയുടെ സംസ്ഥാന സമ്മേളനത്തിന് എല്ലാവരെയും തിരുവനന്തപുരത്തേക്ക് ക്ഷണിച്ചുകൊണ്ട്, ഒപ്പം തന്നെ നമ്മുടെ മാതൃസംഘടനയുടെ 100ാം വാർഷികത്തിനും എല്ലാവർക്കും ക്ഷണിച്ചുകൊണ്ട് അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ നമ്മൾ സമർപ്പിക്കുന്നു. നമസ്തേ. ഒരു കാര്യം കൂടി, ഒരു കാര്യം എടുത്തു പറയാൻ വിട്ടുപോയി. അതും ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. കഴിഞ്ഞ 10 ദിവസം നമ്മുടെ ക്ഷേത്രത്തിൽ, നമ്മുടെ ഈ ക്ഷേത്രമായിട്ട് ചുറ്റുവട്ടത്തുള്ള കുട്ടികൾ ഡാൻസ് പരിപാടികൾ, കലാപരിപാടികൾ അവതരിപ്പിക്കുകയുണ്ടായി. നമ്മുടെ ക്ഷേത്ര സമിതിക്ക് 1 രൂപ പോലും ചെലവില്ലാതെ ആ കുട്ടികളുടെ രക്ഷകർത്താക്കൾ തുണി വാടകയ്ക്കെടുത്ത് അലങ്കാര സാധനങ്ങൾ വാങ്ങി 10 ദിവസം, ഇന്ന് 9 ദിവസം കഴിഞ്ഞു, ഇന്ന് വീണ്ടും ഒരു പരിപാടിയുണ്ട്. ഈ 10 ദിവസവും നമ്മുടെ ഇവിടെ 10 വഴി 11 മണി വരെയൊക്കെ പ്രോഗ്രാമുകൾ നടന്നു. നമ്മുടെ ശാഖാ സമിതിയോ ക്ഷേത്രമോ അതിന് 1 രൂപ പോലും കൊടുത്തിട്ടില്ല. ഇത്രയും ക്ഷേത്രത്തിൽ വന്ന് ഇത്രയും കലാപരിപാടികൾ അവതരിപ്പിച്ച മുഴുവൻ കുട്ടികൾക്കും അവരെ പരിശീലിപ്പിച്ച ടീച്ചർമാർക്കും പുതിയടുത്ത് ശാഖാ സമിതിയുടെ പേരുള്ള കൃതജ്ഞത അറിയിച്ചോളൂ. അടുത്തായിട്ട് നമ്മുടെ ദേവിയുടെ വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ചിറ്റുമല ക്ഷേത്രത്തിൽ നിന്നാണ് തുടങ്ങിയത്. ചിറ്റുമല ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങിയ സമയത്ത് അവിടുത്തെ ഭാരവാഹികൾ ഊഷ്മളമായ സ്വീകരണം നൽകുകയും എല്ലാവിധ സഹായ സഹകരണങ്ങളും തന്ന് നല്ല രീതിയിൽ അവിടുന്ന് യാത്ര തുടങ്ങുകയും മുൻമുക്ക് വഴി നമ്മൾ മുത്താരമ്മൻ കോവിൽ, പഴയാർ ശിവക്ഷേത്രം, പൈങ്ങാവല്ലി ശ്രീ ഗോശാല കൃഷ്ണക്ഷേത്രം വഴി എല്ലാ സ്ഥലങ്ങളിലും നല്ല സ്വീകരണമാണ് നമുക്ക് ലഭിച്ചത്. ഈ മുഴുവൻ ക്ഷേത്ര ഭാരവാഹികൾക്കും പുതിയടുത്ത് ശാഖാ സമിതിയുടെ പേരുള്ള കൃതജ്ഞത അറിയിച്ചുകൊള്ളുന്നു. അടുത്തായി നമ്മുടെ ഈ പരിപാടിയുടെ കവറേജിന് വേണ്ടി, ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ചുറ്റുമുള്ള വീഡിയോ സ്റ്റുഡിയോ ശ്രീ സന്തോഷ്, അദ്ദേഹം എല്ലാ ദിവസവും വരികയും നമ്മുടെ ഫോട്ടോസ് എടുക്കുകയും നമ്മുടെ പത്രങ്ങളിലൊക്കെ എല്ലാ ദിവസവും നമ്മുടെ വാർത്തകൾ വരുന്നുണ്ട്. അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിനും ശാഖാ സമിതിയുടെ പേരുള്ള കൃതജ്ഞത അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സാദരം ക്ഷമിക്കുക. എല്ലാവർക്കും, നാട്ടിലെ മുഴുവൻ സജ്ജനങ്ങൾക്കും പുതിയ കേരള ക്ഷേത്ര സംരക്ഷണ സമിതി പുതിയടുത്ത് ശാഖാ സമിതിയുടെ പേരുള്ള നന്ദി, കൃതജ്ഞത ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്തേ. ഒരു ചെറിയ ചടങ്ങുകളുണ്ട്. ഈ പുതിയടുത്ത് ശാഖാ സമിതിയെ ആദരിക്കുന്ന ഒരു ചടങ്ങ്, ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഈ ആദരവ് സമിതിയുടെ പ്രതിനിധിയായിട്ട് ക്ഷേത്രം സെക്രട്ടറിയെ ആദരവേറ്റുവാങ്ങി ക്ഷണിക്കുന്നു. ആദരവ് നൽകുന്നത് കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ജി വാസുദേവൻ പിള്ള. ക്ഷമിക്കണം.
ദയവായി ക്ഷമിക്കണം. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഇവിടെ നമ്മുടെ ക്ഷേത്രത്തിൽ സെക്രട്ടറിയോ പ്രസിഡന്റോ കൂടുതലോ കുറവോ ഒന്നുമില്ല. ഒരേ മനസ്സോടെ കഴിഞ്ഞ 10 വർഷമായി ശാഖാസമിതി, ഇപ്പൊ ശാഖാസമിതി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സജ്ജനങ്ങൾക്കെല്ലാം മനസ്സിലാവത്തില്ല, നമ്മുടെ ക്ഷേത്ര കമ്മിറ്റികൾ എന്നാണ് പറയാറ്. ഇപ്പൊ നമ്മുടെ സംഘപരിവാറോ അല്ലെങ്കിൽ ക്ഷേത്ര സംരക്ഷണ സമിതിയോ കീഴിലുള്ള കമ്മിറ്റി അംഗങ്ങൾക്കാണ് ശാഖാസമിതി എന്ന് പറയുന്നത്. അങ്ങനെ ശാഖാസമിതി രൂപീകൃതമായ കാലം മുതൽ ഇന്ന് വരെ ഒരേ മനസ്സോടെ, ചിലർ കൂടുതൽ ചെയ്തിട്ടുണ്ടാവും, ചിലർ കുറച്ചിട്ടുണ്ടാവും, പക്ഷേ മനസ്സൊന്നാണ്. സമയമുള്ളവർ സമയം കണ്ടെത്തി ഒറ്റയ്ക്കും ചില സമയങ്ങളിൽ ചിലർ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരേ മനസ്സോടെ ചെയ്തതിന്റെ ഫലമാണ് ഇന്ന് ഈ ക്ഷേത്രം കാണുന്നത്. ദയവായി എൻ്റെ സഹപ്രവർത്തകരെല്ലാവരും ഈ രീതിയിൽ കടന്നു വരണം. സെക്രട്ടറിക്കായിട്ടോ എനിക്കായിട്ടോ ഒരു അനുമോദനത്തിന്റെ ആവശ്യമില്ല. മുഴുവൻ ശാഖാസമിതികളും കയറി വരണം എന്ന് പറയും. ഭക്തജനങ്ങളെ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ പുണ്യാത്മാക്കളുടെയും പാതാരബന്ധങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് കേരള ക്ഷേത്ര സംരക്ഷണ സമിതിക്ക് വേണ്ടി ഈ ക്ഷേത്രത്തിലെ ഭരണസമിതി, ശാഖാസമിതിയിലുള്ള ആരെയായാലും എക്സർവൈ ഇന്നാര് വേണമെന്നുമില്ല. ഞാൻ ഇവിടുത്തെ പ്രസിഡന്റിനോട് പറഞ്ഞു, എനിക്കൊരാഗ്രഹമുണ്ട്, ഞാൻ എപ്പോഴിവിടെ വന്നു എന്നും എന്തിനു വന്നു എന്നും എങ്ങനെ വന്നു എന്നും ഇതൊന്നും ഞാനിവിടെ പറയുന്നില്ല. അത് പറയാനുള്ള സമയമല്ല ഇത്. എനിക്ക് ഈ വേദി കയറി നിൽക്കാനുള്ള ആഗ്രഹം കൊണ്ടുമല്ല ഞാൻ ഈ തോർത്തും വാങ്ങിച്ചുകൊണ്ട് ഇവിടെ വന്നത്. ഈ തോർത്ത് ഇവിടുത്തെ ഭരണസമിതിയിൽ ഒരാൾക്ക് ഇടുക എന്നുള്ളത് എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്. ആ ആഗ്രഹം സാധിച്ചതെന്ന ഇവിടുത്തെ ഭരണസമിതിക്ക് ഞാൻ ആദ്യം നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ 2 പുണ്യാത്മാക്കളെ നമ്മൾ ഈ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പേരിൽ ഒരു പ്രണാമം അർപ്പിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഒന്ന്, നമ്മുടെ വാഴപ്പള്ളിയിൽ ജയകുമാറിൻ്റെ ഭാര്യ പിതാവ് എഴുവോൺ വെണ്ടർ ശ്രീമാൻ ശിവശങ്കരപിള്ള സാർ. ആ ഒരു മഹാത്മാവ് ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ആധികാരിക പത്രം ഉണ്ടാകാൻ ഇടയായത്. അതല്ലാതെ ഞാൻ അദ്ദേഹത്തോട് ആധികാരിക പത്രത്തിനെ കൂടെ ഞങ്ങൾ തോനെ ആളുകൾ ഉണ്ടായിരുന്നു, ആളുകളില്ലാതെ രഹസ്യമായിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ആധികാരിക പത്രം എങ്ങനെയാണ്, എന്താണ് അതിൻ്റെ രീതി. അദ്ദേഹം എന്നോട് തിരിച്ച് ഇങ്ങോട്ട് ചോദിച്ചു, എനിക്ക് സബ് രജിസ്റ്റർ ഓഫീസിലായിരുന്നു ജോലി, അതോ ഞാൻ ആധാരം എഴുതാൻ പോയിട്ടുണ്ടോ, ഇതൊന്നും ഇപ്പം പറയാനുള്ള സമയമല്ല. ഞാൻ പിന്നെ ഒരു തോർത്ത് വാങ്ങിച്ചുകൊണ്ട് ഇവിടെ വന്നത്, എനിക്ക് ഈ ക്ഷേത്ര ഭരണസമിതിയോട് എത്ര നന്ദി പറഞ്ഞാലും എത്ര കടപ്പാട് പറഞ്ഞാലും, ഇവിടെ അരുണും അതുപോലെ ശിവകുമാർ, അരുണ്, അങ്ങനെ 2-3 പേരാണ് എൻ്റെ വീട്ടിൽ വന്ന് എന്നെ ഇവിടെ ക്ഷേത്ര സംരക്ഷണ സമിതി ഉണ്ടാക്കണം എന്നും പറഞ്ഞ് എന്നെ വിളിക്കുന്നതും ഇവിടെ വരുന്നതും. ആ പൂർവ്വകാലങ്ങളൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ വേദി കയറി നിൽക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല. ഇവരെ ആരെയെങ്കിലും ഒരാളിനെ ഒന്ന് ആദരിച്ചില്ലെങ്കിൽ എനിക്കതൊരു വല്ലാത്ത ബുദ്ധിമുട്ടായി തീരും. അതുകൊണ്ടാണ് ഞാൻ ഈ തോർത്ത് വാങ്ങിച്ചുകൊണ്ട് ഇവിടെ വന്ന് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടും അനുഗ്രഹാശുശ്രൂഷകളോടും ഇവിടുത്തെ ഭരണസമിതിയിലെ ഒരാളിനെ, സെക്രട്ടറിയോ പ്രസിഡൻറ്റോ എന്നില്ല, ആരെയെങ്കിലും അവർ പറയുക, അവരെ ഞാൻ ആദരിക്കാമെന്ന് ഞാൻ ഇന്നലെ ഇവിടുത്തെ പ്രസിഡന്റിനോട് പറഞ്ഞിട്ട് പോയി. ഇപ്പോൾ പ്രസിഡന്റ് എന്നോട് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ ആദരിക്കുന്നു. നിങ്ങളുടെ എല്ലാ അനുഗ്രഹവും അനുവാദവും കിട്ടണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഇവിടുത്തെ സെക്രട്ടറിയെ ആദരിക്കുന്നു. നമ്മുടെ ശാഖാസമിതിയുടെ രക്ഷാധികാരി ശ്രീ ശശിധരൻ ആദരിക്കുന്നു. ഒരു കാര്യം കൂടി ഉണ്ട്, ഇപ്പോൾ തന്നെ നമ്മൾ ലേറ്റായി അറിയാം. പിന്നെ നമ്മുടെ പ്രതിഷ്ഠാമോത്സവത്തിൻ്റെ ഭാഗമായി 2ാം ദിവസം നമ്മുടെ ഒരു കുട്ടികളുടെ ഒരു ക്വിസ് മത്സരം നടത്തുകയുണ്ടായി. അതിൽ വിജയികളായ കുട്ടികളെ അതിൻ്റെ സമ്മാനം കൂടി നൽകിക്കൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകാവുന്നതാണ്. ആ കുട്ടികൾ സ്റ്റേജിലേക്ക് വരണമെന്ന് അറിയിക്കുകയാണ്. ഏറ്റവും ബഹുമാന്യനായ സമിതിയുടെ ജില്ലാ പ്രസിഡന്റ് കൂടിയായ രാഘവനാരി സാറ്, മധുചേട്ടൻ, നാരായൺജി, ഈ സമിതിയുടെ ഈ ക്ഷേത്രത്തിൻ്റെ രക്ഷാധികാരി, അതുപോലെ തന്നെ ജയറാംജി, ഈ സദസ്സിൽ ഉപവിഷ്ടരായിട്ടുള്ള സമിതിയുടെയും അതുപോലെ തന്നെ ഈ നാട്ടിലെയും പ്രമുഖരായ ഈ ഇവിടെ കൂടിയിരിക്കുന്ന വ്യക്തിത്വങ്ങളെ, നമുക്കൊരു ക്ഷേത്രം ഇവിടെ മധുചേട്ടനും നാരായൺജിയൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഈ നാടിൻ്റെ ഒരു ഐശ്വര്യമാണ്. ഈ കുറേ കാലങ്ങളായിട്ട് വിസ്മൃതിയിലാണ്ട് കിടന്ന, അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു ചൈതന്യത്തെ, അപർണാദേവിയുടെ ചൈതന്യം, അത് വീണ്ടെടുക്കാൻ സാധിച്ചിരിക്കുന്നു. ഈ ഇരിക്കുന്ന ഓരോരുത്തരിനു വേണ്ടി പ്രവർത്തിച്ച ഓരോരുത്തരും അവരുടെ മുൻകാല ജന്മ സുഹൃതമാണത്.
ഒരു ക്ഷേത്രത്തിന് പുനരുദ്ധാരണത്തിന് പ്രവർത്തിക്കുക എന്നുള്ളത് നമ്മളൊരു മനുഷ്യായുസ്സിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പുണ്യമാണ്. അത് സ്വായത്തമാക്കിയ ആൾക്കാരാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. നമുക്കറിയാം, ഒരു ക്ഷേത്രം പുനരുദ്ധരിച്ചു കഴിഞ്ഞാൽ ഈ നാടിനും ഈ നാട്ടിലുള്ള സർവ്വചരാചരങ്ങൾക്കും അതൊരു ഉയർച്ചയുണ്ടാവും, ഐശ്വര്യമുണ്ടാവും. ഈ നാടിൻ്റെ വളർച്ച ഇനി നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് മുന്നോട്ട് മാറും. എൻ്റെ സ്വന്തം അനുഭവത്തിൽ തന്നെ ഞാൻ കുറേ വർഷമായിട്ട് ഒരു ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്. ഒരു കാലത്ത് വളരെ നല്ല നിലയിൽ നടന്ന ഒരു ക്ഷേത്രം, അത് തകർന്നൊക്കെ കിടന്ന് ചുറ്റമ്പലമില്ല, അതിൽ തന്നെ സ്വയപ്പന്തലില്ല, ഇതൊന്നുമില്ല കിടന്നത്. ഒരു 14 വർഷമായിട്ട് 15 വർഷമായിട്ട് ആ ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കാൻ എനിക്ക് അവസരം കിട്ടി. ആ ക്ഷേത്രം ഇപ്പോൾ വളരെ പുനരുദ്ധരിച്ച് വളരെ വലിയൊരു ക്ഷേത്രമായിട്ട് ആ നാടിന് മുഴുവൻ ഐശ്വര്യം. എനിക്കറിയാം, ആ ക്ഷേത്രത്തിൻ്റെ ആ പ്രവർത്തനം ഞാൻ ആരംഭിക്കുന്ന സമയത്ത് ആ നാട്ടിലെ അരാജകത്വവും അതിൽ തന്നെ എപ്പോഴും നോക്കിയാലും ഏത് സമയത്ത് നോക്കിയാലും സംഘർഷാവസ്ഥയൊക്കെയുള്ളൊരു സ്ഥലമായിരുന്നു. ആ നാട്ടിലെ ജനങ്ങൾക്ക് തൊഴിലില്ലാതെ അവർ വളരെ കഷ്ടപ്പെടുന്ന ആൾക്കാർ. ആ ക്ഷേത്രത്തിന് ആ പ്രവർത്തനമൊക്കെ കഴിഞ്ഞ സമയത്ത് ആ ക്ഷേത്ര പരിസരത്തുള്ള എല്ലാവർക്കും ഐശ്വര്യം. വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരും നല്ല നിലയിലും നല്ല ഐശ്വര്യത്തായ ആദ്യത്തെ തവണ അവിടെ ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ഒരു വാഹനം നമുക്കില്ല. അന്യമതസ്ഥരുള്ള ആൾക്കാരുടെ ഇന്ന് വാഹനം വാടകയ്ക്ക് അല്ലെങ്കിൽ നമ്മളെടുത്തത്. നമുക്ക് ഇന്ന് നോക്കിയാൽ ആ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ തന്നെ വളരെ സമ്പന്നമായിട്ട് ഐശ്വര്യവതികളായിട്ടുള്ള ആൾക്കാരായിട്ട് മാറിക്കഴിഞ്ഞു. പിന്നെ നമ്മളെ സംബന്ധിച്ച് ഈ ക്ഷേത്രത്തെ ഇത്രയധികം സമ്പത്ത് നമുക്കുണ്ട്, മാതൃസമിതിയുടെ പ്രവർത്തനമുണ്ട്. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ഒരു നിമിത്തമായി മാറിയിരിക്കുന്നു. കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് ആ സമിതിയുടെ പ്രവർത്തനത്തിൽ കൂടിയിട്ട് ഈ ക്ഷേത്രത്തിന് വളരെ വലിയൊരു മാറ്റം വന്നിരിക്കുന്നു. നമുക്കറിയാം, ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു കേളപ്പയ്യയുടെയും മാധവജിയുടെയൊക്കെ കാര്യങ്ങൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, അതേപോലെയുള്ള മഹത്തായ വ്യക്തിത്വങ്ങൾ കേളപ്പയ്യയുടെ കൂട്ടം അല്ലെങ്കിൽ മാധവജിയുടെ കൂട്ടം നമുക്ക് പ്രഗത്ഭരാകാൻ സാധിച്ചില്ലെങ്കിലും അവർ കാണിച്ചെന്നുന്ന മാർഗത്തിൽ കൂടിയിട്ട് നമുക്ക് മുന്നേറാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ ക്ഷേത്രം കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രവർത്തനത്തിൽ കൂടിയിട്ട് വളരെ ഉയർച്ചയിലേക്ക് ഈ ക്ഷേത്രം പോകുവാൻ സാധിക്കും. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ഐശ്വര്യപ്രദമായിട്ടുള്ള വരും വർഷങ്ങളിൽ നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ക്ഷേത്രങ്ങൾ ഉത്സവം നടക്കുന്നത് എല്ലാവർക്കും ഗാനമേളയില്ലാതെ ഉത്സവം നടത്താൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരിപാടിയില്ലാതെ ഉത്സവം നടത്തുന്നത്. നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ കലാകൾ പ്രോത്സാഹിപ്പിക്കുക, നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന കലകളെ പ്രോത്സാഹിപ്പിച്ചിട്ട് ഇതേപോലുള്ള വിജ്ഞാനപ്രദമായുള്ള പരിപാടിയിൽ കൊണ്ടിട്ട് ഒരു മാതൃകയായിട്ട് നമുക്ക് ഈ ക്ഷേത്രം മാറ്റാൻ സാധിക്കണം. മറ്റുള്ളവർക്ക് ഈ മാതൃക പിന്തുടർന്ന് അവരുടെ ക്ഷേത്രങ്ങളിലും ഇതൊക്കെ അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ആശംസ. ജി ജയറാം, രാഷ്ട്രീയ സ്വയം സേവക സംഘം ജില്ലാ കാര്യവാഹ്. ഈ ആത്മീയ സദസ്സിൻ്റെ അധ്യക്ഷനായ ശ്രീ രാഘവൻ നായർ സാർ, മധുച്ചേട്ടൻ, നാരായണ ഭട്ടതിരിപ്പാട്, മോഹൻജി, ഒപ്പം രക്ഷകർത്തൃ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങൾക്കും മേൽനോട്ടം വഹിക്കുന്ന സാർ, എൻ്റെ മുന്നിലിരിക്കുന്ന ഈ വൈകിയ വേളയിലും നമ്മുടെ ധർമ്മവും നമ്മുടെ സ്വത്വവും നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചും അറിയുവാനും പഠിക്കുവാനും വേണ്ടി എൻ്റെ മുന്നിലിരിക്കുന്ന ഈ പുതിയത്ത് പാർവതി ക്ഷേത്രത്തിലെ ഈ ഗ്രാമപ്രദേശത്തെ ഈ മഹാസദസ്സിന് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കാം. ഞാൻ ദിവസങ്ങളായി ജന്മഭൂമി പത്രത്തിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഇവിടെ നടക്കുന്ന പരിപാടികളെക്കുറിച്ചും സദസ്സിനെക്കുറിച്ചും വാർത്തകൾ കാണാറുണ്ട്. എനിക്ക് വലിയ സന്തോഷം തോന്നി. സ്വധർമ്മത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ ഭക്തജനങ്ങൾ, വലിയ സദസ്സ് ഈ ഗ്രാമപ്രദേശത്തുണ്ട് എന്നുള്ളത് ഒരു വലിയ അന്ധകാരത്തിന് മുന്നിൽ, ഒരു വലിയ ഇരുട്ടിന് മുന്നിൽ ഒരു വലിയ വിളക്ക് കത്തിച്ച് വെച്ചതുപോലെ, പ്രത്യേകിച്ചും കേരളം എന്ന ആദിശങ്കരൻ്റെ ഈ നാട്ടിൽ ആധ്യാത്മികതയുടെ ഉന്നതി കയറിയ ആ മഹർഷീശ്വരൻ്റെ നാട്ടിൽ അന്ധകാരം ഇന്ന് പടർന്നു പിടിക്കുന്ന
ആ രീതിയിൽ അവസ്ഥയിലേക്ക് കേരളം പോകുന്ന സമയത്ത് ഈ ക്ഷേത്രം ഒരു വിളക്കായി മാറുന്നു, ഈ ഗ്രാമത്തിൻ്റെ ഒരു തെളിച്ചമായി മാറുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യം. ഞങ്ങളെല്ലാം അതിനെ ഇഷ്ടപ്പെടുന്നവരും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരുമാണ്. ലോകത്തിന് ശാന്തിയും സമാധാനവും നൽകിയ ധർമ്മമാണ് നമ്മുടേത്. ആ ധർമ്മമാണ് ഏറ്റവും അധികം വെല്ലുവിളികൾ നേരിട്ടതും ഏറ്റവും അധികം താടനങ്ങളേറ്റതും എന്നത് വലിയൊരു വിരോധാഭാസമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. നേരത്തെ മധുച്ചേട്ടനൊക്കെ സൂചിപ്പിച്ച, നാരായണ സാറ് സൂചിപ്പിച്ച ശ്രീ മാധവ്ജി, സ്വർഗസ്ഥനായ മാധവ്ജി അനേകം വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ സ്ഥലമായ ചവറയിലെ ശങ്കരമംഗലം ക്ഷേത്രത്തിൽ, ആ ശിവക്ഷേത്രത്തിൽ അദ്ദേഹം നടത്തിയൊരു പ്രഭാഷണത്തിൽ പറയുകയുണ്ടായി. ഞാനത് കേട്ടിട്ടില്ല, കേൾക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല. കേട്ട ഒരാൾ, ഈ ധർമ്മത്തിനെക്കുറിച്ച് വിശ്വാസമുള്ള അല്ലെങ്കിൽ അതിലതിയായി ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്നോട് പറഞ്ഞതാണ് അദ്ദേഹം അന്ന് പറഞ്ഞ വാചകം. അദ്ദേഹം പറഞ്ഞത്രേ, ഹിന്ദുവിൻ്റെ ക്ഷേത്രങ്ങൾ, ഹിന്ദുവിൻ്റെ വീട്ടിലെ പൂജാമുറി അത് ലോകത്തിൻ്റെ മുഴുവൻ പൂജാമുറിയാണ്. ഹിന്ദുവിൻ്റെ ക്ഷേത്രം ലോകത്തിൻ്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ക്ഷേത്രമാണ്. കാരണം ലോകത്തിൻ്റെ മുഴുവൻ സർവ്വചരാചരങ്ങളുടെയും സർവ്വ മനുഷ്യരുടെയും ഈ ഭൗമലോകത്തെ മുഴുവൻ മനുഷ്യരുടെയും നന്മ ആഗ്രഹിക്കുന്ന ഒരു ധർമ്മമാണ് നമ്മുടേത്. ആ ധർമ്മം നമ്മുടെ കുട്ടികൾ പഠിക്കണം, നമ്മുടെ ഇവിടെ ഇനി വളർന്നു വരുന്ന തലമുറ അറിയണം. ഇതേപോലുള്ള ആത്മീയ സദസ്സുകളിൽ സ്വന്തം സ്വധർമ്മത്തെക്കുറിച്ചും സ്വന്തം സംസ്കാരത്തെക്കുറിച്ചും സ്വത്വബോധത്തെക്കുറിച്ചും സനാതന ധർമ്മത്തെക്കുറിച്ചും മണിക്കൂറുകൾ നീണ്ട പ്രഭാഷണം നടത്തുവാൻ കഴിവും കാര്യപ്രാപ്തിയുമുള്ള കുട്ടികളെ ഈ ക്ഷേത്രത്തിൽ നിന്ന്, ഈ പാർവതി ദേവിയുടെ തിരുമുറ്റത്ത് നിന്ന്, ഈ ക്ഷേത്രത്തിൽ നിന്ന് പിറവിയെടുക്കണം. അതിനുവേണ്ടി മതപാഠശാലകൾ നടക്കണം, അവിടെ ആത്മീയ സദസ്സുകൾ നടക്കണം. അതിനെല്ലാം ഈ മഹാക്ഷേത്രം അതിനെല്ലാം കാരണഭൂതമാകട്ടെ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ത്യാഗികളായ മുഴുവൻ മനുഷ്യർക്കും, ഈ ക്ഷേത്രത്തിന് വേണ്ടി മഹത്തായ സംഭാവനകൾ നൽകിയ ഈ ഗ്രാമപ്രദേശത്തെ മുഴുവൻ സജ്ജനങ്ങൾക്കും കൂപ്പ് കൈകളോടെ നമസ്കാരം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഈ ക്ഷേത്രം ഒരു വലിയ വിളക്കായി മാറട്ടെ എന്ന് വീണ്ടും പ്രകാശത്തോടെ പറയുന്നു. ഇത്തരം സദസ്സുകൾ ഈ ക്ഷേത്രത്തിന് മാറ്റുകൂട്ടട്ടെ എന്നും ഇത് കേരളത്തിന് മുഴുവൻ മാതൃകയാവട്ടെ എന്നും ഒരിക്കൽ കൂടി നന്ദിപൂർവ്വം ഈ സദസ്സിനെ സ്മരിച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തിന് നമോഭാഗം പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. ആശംസാ പ്രസംഗം മഠത്തിൽ എം ഉണ്ണികൃഷ്ണപിള്ള. ഇതിൻ്റെ അംഗരക്ഷകരായി ഇരിക്കുന്ന ബഹുമാന്യരായ നമ്മുടെ അതിഥികളെ, ഈ സ്റ്റേജിൽ ഇരിക്കുന്ന ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ഭക്തജനങ്ങളെ, നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ ഇത്രയും വലിയ ഗംഭീരമായ ഒരു 10 ദിവസത്തെ പരിപാടി നടക്കുമെന്ന് വാസ്തവത്തിൽ അത്ര വലിയൊരു പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. പക്ഷെ വളരെ മനോഹരമായി ഇതിൻ്റെ പിന്നിൽ ഒരു കൂട്ടം പ്രവർത്തകർ, അധ്വാനശീലരായ പ്രവർത്തകർ എല്ലാം മറന്ന് വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നാം ഇന്ന് കാണുന്ന ശ്രീ പാർവതി ദേവിയുടെ ആ ക്ഷേത്രം ഉണ്ടായതും. അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ മിക്ക ക്ഷേത്രങ്ങളിലും ചെന്നാൽ പാർവ്വതയെ കാണാനൊക്കത്തില്ല. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചോളം പാർവ്വതയെ കണ്ട് വണങ്ങിയിട്ട് വേണം പാർവതി ദേവിയെ കാണാൻ അകത്തോട്ട് കയറാൻ. അങ്ങനെയുള്ളൊരു പ്രശസ്തി കൂടി ഈ ക്ഷേത്രത്തിനുണ്ട്. അതിനുവേണ്ടി പ്രവർത്തിച്ച ഭാവിയിൽ ഇതിൻ്റെ കുറവുകൾ പരിഹരിക്കാൻ ബാക്കി നിൽക്കുന്ന കാര്യങ്ങൾക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും അനുഗ്രഹങ്ങൾ ഉണ്ടാവണമെന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും എന്നെ ഈ 2 വാക്ക് വരാൻ അനുവദിച്ചതിൻ്റെ ഭാരവാഹികൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും നിർത്തവും ചെയ്യുന്നു. അടുത്തതായി ആദരവ് നൽകുന്നതാണ്. ഈ ആദരവ് നൽകുന്നത് ഇന്നത്തെ മുഖ്യ അതിഥി കേസരി വാരിക മുഖ്യ പത്രാധിപർ ഡോക്ടർ NR മധുച്ചേട്ടനാണ്. ആദരവ് ഏറ്റുവാങ്ങുന്നത് ആദ്യമായി ഈ ക്ഷേത്രത്തിൻ്റെ രക്ഷാധികാരിയെയും ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങളോടൊപ്പം നിൽക്കുകയും മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഈ അടുത്തിടയ്ക്ക് ഡോക്ടറേറ്റ് ലഭിച്ച ഏറെ പ്രിയങ്കരനായ മഠത്തിൽ ശ്രീ ഉണ്ണികൃഷ്ണപിള്ള സാറിനെയാണ് ആദരിക്കുന്നത്.
അദ്ദേഹത്തെ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അടുത്തതായി ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ഈ ക്ഷേത്രത്തിൻ്റെ സ്ഥപതി, ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഞങ്ങളോടൊപ്പം എക്കാലവും ചേർന്ന് നിൽക്കുന്ന കിഷോർ തിരുമേനിയാണ്. തിരുമേനിയെ അപർണോത്സവ സമിതിയുടെ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദരവ് നൽകുന്നത് NR മുതച്ചേട്ടൻ. അടുത്തതായി ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ ഞങ്ങളോടൊപ്പം ഏറെ നിന്ന, ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ എന്നും പങ്കാളിയായി നിന്ന ഇതിൻ്റെ ഒരു ശില്പിയാണ് രമേശ് ചേട്ടൻ. ഇവിടെ ഒരു നിർമ്മാണത്തിന് വന്ന ആളാണ്, പക്ഷേ അദ്ദേഹം ഞങ്ങളുടെ കമ്മിറ്റി അംഗമായി മാറിയോ എന്നുള്ളതാണ് സത്യം. ഇതിന് ഏറെ സഹായിച്ച, ഞങ്ങളോടൊപ്പം എന്നും എക്കാലവും കൂടെ നിന്നിട്ടുള്ള ശ്രീ രമേശ് ബാബു പനയം, രമേശ് ചേട്ടനെ സ്നേഹപൂർവ്വം ഈ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. ഇത് നൽകുന്നതിനായി മധുചേട്ടനെ ക്ഷണിക്കുകയാണ്. അടുത്തത് ആദരവ് നൽകുന്നത് സമിതിയുടെ സംസ്ഥാന സമ്പർക്ക നാരായണ ഭട്ടതിരിയാണ്. ആദരവ് നൽകുന്നതിനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഒപ്പം ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ആദ്യകാല നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഞങ്ങളോടൊപ്പം നിന്നിട്ടുള്ള, ഇതിൻ്റെ ശിലയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആദ്യകാലത്ത് നിർവഹിച്ച ശ്രീമതി ഉഷ രാജരത്നം ചെങ്ങന്നൂർ. ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് ശബരിമലയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഇന്നത്തെ അയ്യപ്പ വിഗ്രഹം നിർമ്മിച്ച തട്ടാവിള കുടുംബത്തിലെ അംഗമാണ് ഉഷ രാജരത്നം. ഈ അമ്മയുടെ കുടുംബമാണ് ഇന്ന് ശബരിമലയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. ഏറെ സ്നേഹത്തോടുകൂടി ഉഷ രാജരത്നം ചെങ്ങന്നൂർ അമ്മയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അടുത്തതായി ഇതിൻ്റെ തടിപ്പണിയുടെ നിർമ്മാണങ്ങൾ നടത്തിയ കിടങ്ങൂർ മധു ആചാരി, ഏറ്റവും ഭംഗിയായ രീതിയിൽ കൊത്തുപണികളോടുകൂടി ഈ നിർമ്മാണം നടത്തിയത് മധുചേട്ടനാണ്. മധുചേട്ടനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തതായി ഒരു പ്രത്യേക ആദരവാണ്. ദീർഘകാലം സംഘപ്രവർത്തനമായി ഈ നാട്ടിലെ ഓരോ ഭവനങ്ങളിലും സഞ്ചരിച്ച് സംഘടനാ പ്രവർത്തനത്തിന് ഈ നാട്ടിൽ ഊടും പാവും നൽകിയ മഹത് വ്യക്തിത്വം യശസ്വരീയനായ മംഗൾജിയെ അനുസ്മരിക്കുകയാണ്. മംഗൾജിക്ക് ഇന്ന് പുരസ്കാരം സമർപ്പിക്കുന്നത് നമ്മുടെ തൊട്ടടുത്ത ക്ഷേത്രമായ മുത്താരമ്മൻ കോവിൽ ഭരണസമിതിയാണ്. ഇതിൻ്റെ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി മംഗൾജിയുടെ സഹധർമ്മിണി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സാദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നാരായണ ഭട്ടതിരിയെ ഈ ആദരവ് നൽകുന്നതിനായി ക്ഷണിക്കുകയാണ്.
അടുത്തതായി പുരസ്കാരം നൽകുന്നതിനായി ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ജില്ലാ അധ്യക്ഷൻ പ്രൊഫസർ കെ രാഘവൻ നായർ സാറിനെ ക്ഷണിക്കുന്നു. ആദരവ് ഏറ്റുവാങ്ങുന്നത് ഹരിച്ചേട്ടനെയാണ്. ഇവിടെ ഈ ഭക്ഷണത്തിൻ്റെ വ്യവസ്ഥയിൽ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഹരിച്ചേട്ടനെ കഴിഞ്ഞ 10 ദിവസമായി വളരെയധികം സമിതിയോട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഏറെ പ്രിയങ്കരനായ ഹരിച്ചേട്ടനെ ഈ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. അടുത്തതായി ഈ ക്ഷേത്രത്തിൻ്റെ മേൽശാന്തിയായി പ്രവർത്തിച്ചു വന്നിരുന്ന ശ്രീ മനു മഹാരാജനെ ആദരിക്കുന്ന ചടങ്ങാണ്. മനുവിനെ ഏറെ സ്നേഹത്തോടുകൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ ആദരവ് നൽകുന്നതിനായി ജില്ലാ കാര്യവാഹ് ജയറാംജിയെയും ജില്ലാ സംഘചാലക് മോഹൻജിയെയും ക്ഷണിക്കുന്നു. ഭക്ഷണ കാര്യങ്ങളിൽ നമ്മളോടൊപ്പം നിൽക്കുന്ന ഹരിച്ചേട്ടനെ ഈ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ഹരിച്ചേട്ടനെ ക്ഷണിക്കുകയാണ്. ആദരവ് നൽകുന്നത് സമിതിയുടെ ജില്ലാ സെക്രട്ടറി ധനരാജൻ സാറിനെ ക്ഷണിക്കുന്നു. അടുത്തതായി കൃതജ്ഞത അർപ്പിക്കുന്നതിനായി സമിതിയുടെ സെക്രട്ടറി ശ്രീ രാജേന്ദ്രൻ ചെട്ടെ ക്ഷണിക്കുന്നു. നമ്മുടെ ഈ അപർണോത്സവം 2025 സമാപന പരിപാടിയുടെ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. എൻ്റെ കർത്തവ്യം നമ്മുടെ ക്ഷേത്രത്തിൽ കഴിഞ്ഞ 10 ദിവസമായി നടന്നു വരുന്ന സമാപന സമ്മേളനത്തിന് കൃതജ്ഞത അറിയിക്കുക എന്നുള്ളതാണ്. അതിനു മുമ്പായി 1-2 കാര്യങ്ങൾ പറയണമെന്ന് തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ പറയേണ്ട കാര്യങ്ങളൊക്കെയും നമ്മുടെ മുതിർന്ന ആൾക്കാരെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ച് അതിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല. എങ്കിലും 1-2 കാര്യങ്ങൾ പറയുകയാണ്. നമ്മുടെ ഈ ക്ഷേത്രം കഴിഞ്ഞ കുറേയധികം വർഷങ്ങളായിട്ട് കാട് കയറി നോക്കാനും കാണാനും ആരുമില്ലാതെ കിടന്ന ഒരു അവസ്ഥയിലായിരുന്നു. ഇവിടെ നമ്മുടെ നാട്ടിലുള്ള പലരും കമ്മിറ്റികൾ രൂപീകരിക്കുകയും അതിനുവേണ്ട പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തുവെങ്കിലും അവർക്ക് അതുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ ദേവീ നിയോഗം പോലെ, അപ്പോൾ ഇതിനകത്ത് ഇപ്പം സമിതിയിലുള്ള പലരും, ഞാൻ ഉൾപ്പെടെ സെക്രട്ടറിയോ പ്രസിഡന്റോ ഈ സമിതിയിലുള്ള പലരും ഇല്ലാത്ത ഒരു കമ്മിറ്റിയിൽ നിശ്ചയിച്ചു തരുന്ന ചുമതലയാണ് കഴിഞ്ഞ 10 വർഷമായി ഞങ്ങൾ വഹിക്കുന്നത്. അതായത് നമ്മൾ സാധാരണ ഒരു കമ്മിറ്റി കൂടുമ്പോൾ ആ കമ്മിറ്റിയാണ് സെക്രട്ടറിയെ പ്രസിഡന്റൊക്കെ നിശ്ചയിക്കാറ്.
പക്ഷേ ഇവിടെ ഞങ്ങളെ നിശ്ചയിച്ച സമയത്ത് ഞങ്ങൾ പോലും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു ദേവീ നിയോഗമാണ് ഞങ്ങളെ ഈ സൽക്കർമ്മത്തിന് ഏൽപ്പിച്ചതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ സമിതിയിലുള്ള മുഴുവൻ ആൾക്കാരും ഒരേ മനസ്സോടെ, ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും, കഴിഞ്ഞ 10 വർഷത്തെ കമ്മിറ്റിയിൽ, സാധാരണഗതിയിൽ നമ്മുടെ ക്ഷേത്ര സംരക്ഷണ സമിതിയിൽ എല്ലാ വർഷവും പൊതുയോഗം വിളിച്ച് പുതിയ കമ്മിറ്റിയെ ഏർപ്പെടുന്ന ഒരു തീരുമാനമുണ്ട്. അത് സംഘടനാ സംവിധാനമാണ്. പക്ഷേ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഞങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലമായി ഒരേപോലെ ഒരേ മനസ്സോടെ ഞങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഈ നാട്ടുകാരുടെ നിസ്സീമമായ സഹകരണത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന ക്ഷേത്രം ഈ നിലയിലെത്തിയത്. ഞാൻ ഇപ്പോൾ തന്നെ നമ്മൾ സമയം ഒരുപാട് ലേറ്റായി, ആൾക്കാർ ഭക്ഷണം കഴിക്കാനൊക്കെ ലൈനിൽ നിൽക്കുകയാണ്. എങ്കിലും 1-2 കാര്യങ്ങൾ പറഞ്ഞു നിർത്താം. ഈ ക്ഷേത്രത്തിൻ്റെ തുടക്കം മുതൽ, ഇതിൻ്റെ കാട് വെട്ടിത്തെളിക്കുന്ന കാലം മുതൽ ഈ സമിതിയിലുള്ളവരും ഇവിടുത്തെ ഒരു സംഘത്തിൻ്റെ ഒരു ശാഖ നടക്കുന്നുണ്ടായിരുന്നു, ബാലഗോകുലം നടക്കുന്നുണ്ടായിരുന്നു. അതിലെ കുട്ടികളും ഉൾപ്പെടെ പകൽ ജോലിക്ക് പോയിട്ട് രാത്രിയിൽ പണിയെടുത്താണ് ഇതിൻ്റെ പകുതി കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ശില്പികളും മറ്റുള്ളവരൊക്കെ അവരുടെ കണക്കം പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും രാത്രി കാലങ്ങളിൽ ഇതിൻ്റെ ഫൗണ്ടേഷൻ ഉൾപ്പെടെ, കമ്മിറ്റി ഓഫീസ് ഉൾപ്പെടെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ പകുതി ജോലികളും ഈ ശാഖാസമിതിയിലുള്ള ആൾക്കാർ പകൽ ജോലി കഴിഞ്ഞ് വന്നിട്ടും ഞായറാഴ്ചകളിൽ അവധിയുള്ള സമയത്തും ചെയ്തിട്ടാണ് ഇത്രയും എത്തിയത്. അപ്പോൾ എനിക്ക് നമ്മുടെ നല്ലവരായ നാട്ടുകാരോട് എനിക്കിതാണ് പറയാനുള്ളത്. കഠിനാധ്വാനം ചെയ്ത ഒരു സമിതിയുടെയും അതേപോലെ ആ സമിതിയോടൊപ്പം നിലകൊണ്ട ഒരു സമാജത്തിൻ്റെയും ഫലമായിട്ടാണ് ഇന്ന് ഈ കാണുന്ന ക്ഷേത്രം ഈ നിലയിലെങ്കിലും നമുക്ക് എത്തിച്ചാൽ. ഇനിയും ഒരുപാട് പണികളുണ്ട്. ഈ ഒരു കാര്യം കൂടെ പറയാം, നമ്മുടെ നിലവിൽ ഏകദേശം 20 ലക്ഷം രൂപ നമുക്ക് ബാധ്യതയുണ്ട് ഈ ക്ഷേത്രം ഇത്തരത്തിൽ എത്തിച്ചതിന്. തീർച്ചയായിട്ടും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ തുടർന്നും ഉണ്ടാകണം. ഞങ്ങൾക്കും അറിയാം, ഇത്രയും ഒരു ക്ഷേത്രം പണിഞ്ഞ് ഇത്തരത്തിലൊക്കെ ചെയ്യുമ്പം ബാധ്യത ഉണ്ടാകും, കടമുണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തത്. അത് ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, ഈ നാട്ടിലെ നല്ലവരായ സജ്ജനങ്ങൾ ഞങ്ങളോടൊപ്പമുണ്ട്. ഞങ്ങൾക്കൊരു വീഴ്ച വന്നാലും എന്തിനും ഞങ്ങളോടൊപ്പം ഈ നാട്ടിലെ സജ്ജനങ്ങൾ ഉണ്ടാവുമെന്നുള്ള ഞങ്ങളുടെ ഒരു ആത്മധൈര്യവും വിശ്വാസവും ഞങ്ങൾക്കുണ്ട്. അത് തുടർന്നും ഞങ്ങൾ അങ്ങനെ തന്നെ നിലനിർത്തും. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ തുടർന്നും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒരു കാര്യം കൂടി പറയുകയാണ്, നമ്മുടെ ഈ ക്ഷേത്രത്തിൽ ഇതിനു മുൻപ് പ്രസംഗിച്ച നമ്മുടെ സുഹൃത്തുക്കൾ പറയുണ്ടായി, പഠന ക്ലാസ്, ഗീതാ പഠന ക്ലാസ് നമ്മുടെ ഇവിടെ ബാലഗോകുലം നടക്കുന്നുണ്ട് ഞായറാഴ്ചകളിൽ. ഏകദേശം 60 കുട്ടികളോളം ഉണ്ട്. എല്ലാ ആഴ്ച അത്രയൊന്നും ഇല്ലെങ്കിലും 30-40 കുട്ടികളൊക്കെ ഉണ്ടാവും. ഒരാഴ്ച ഞങ്ങൾക്കൊക്കെ ഒരു 10-400 രൂപ ചിലവാണ്. കാര്യം കുട്ടികളുടെ ഇഷ്ടത്തിന് അവർക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കണം, പായസം വെച്ച് കൊടുക്കണം, അവർ ഇഷ്ടത്തിനൊക്കെ നിൽക്കണം, എന്നാലേ അവർ വരുള്ളൂ. എനിക്ക് നമ്മുടെ അമ്മമാരോട് പറയാനുള്ളത്, ഞായറാഴ്ചകളിൽ ഇവിടുന്ന് ആരും വിളിക്കാൻ വന്നില്ലെങ്കിലും നമ്മുടെ അമ്മമാർ നമ്മുടെ കുട്ടികളോട് പറയണം, പുതിയൊരു അമ്പലത്തിൽ ഗീതാ ക്ലാസ് ഉണ്ട്, നിങ്ങൾ രാവിലെ എണീറ്റ് പോകുമെന്ന് പറയാൻ നമ്മുടെ അമ്മമാർ തയ്യാറാവണം. ഒരാൾ വിളിക്കാൻ വന്നാലേ വിടത്തുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് കൊണ്ടുവിടാൻ സമയമില്ല, ആരെങ്കിലും വണ്ടി കൊണ്ട് വന്നിട്ട് കൊണ്ടുപോവുകയും തിരിച്ച് അതുപോലെ കൊണ്ടുവിടുകയും ചെയ്യാമെങ്കിൽ ഞാൻ എൻ്റെ കുട്ടികളെ വിടാമെന്നുള്ള ആ മനോഭാവം മാറ്റണം. കാരണം ഇത് സമൂഹത്തിൻ്റെ പ്രശ്നമാണ്. നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾ നമ്മുടെ സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് വളർന്നു വന്നാലേ അവർ നല്ല നിലയിലെത്തുള്ളൂ. അല്ലെങ്കിൽ ഇന്ന് നമുക്കറിയാം, കുട്ടികളൊക്കെ ഒരു 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കോളേജിലേക്കൊക്കെ പോയി കഴിയുമ്പോൾ പിന്നെ അച്ഛനും അമ്മയും പറഞ്ഞാലൊന്നും ആരും കേൾക്കാറില്ല. അവർ ഇഷ്ടത്തോടെ പോണേ, പല കൂട്ടുകെട്ടുകളാണ്. അതിനൊക്കെ ഒരു പരിധിവരെ തടയിടാൻ നമ്മുടെ ഈ ക്ഷേത്ര സംസ്കാരത്തിൽ കൂടിയും മതപാഠശാലകളുടെയും നമുക്ക് സാധിക്കും. അതിനാൽ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കുട്ടികളെ, എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ നേരിച്ചു കഴിഞ്ഞാൽ ഒരു 200 കുട്ടികൾ ഞായറാഴ്ച ഇവിടെ ഗീതാ പഠനത്തിന് വേണ്ടി വരാൻ സാധിക്കും. അത്രയും കുട്ടികൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ രക്ഷാകർത്താക്കൾ അതിന് വേണ്ടുന്ന പ്രാധാന്യം കൊടുക്കുന്നില്ല. അമ്പലത്തിൽ നിന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ, വണ്ടി കൊണ്ട് വരികയാണെങ്കിൽ വിളിച്ചുകൊണ്ട് തിരിച്ചു കൊണ്ടാക്കുക, ആ ഒരു ഇതാണ്. അത് മാറിയിട്ട് ഞായറാഴ്ചകളിൽ, ആഴ്ച ഒരു ദിവസമേ ഉള്ളൂ, കുട്ടികൾ സ്കൂളിൽ പോയി പഠിച്ചോട്ടെ, പഠിത്തത്തിനൊന്നും ഒരു കുറവും വരുന്നില്ല. പക്ഷേ ഞായറാഴ്ചകളിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നമ്മുടെ കുട്ടികളെ പറഞ്ഞു വിട്ട് നിങ്ങൾ പോകൂ, അവിടെ പഠിക്കുന്നു, ഇവിടെ വന്ന് പഠിച്ച് കുറച്ച് കളിച്ച് ഓടിക്കളിച്ച് പോകുമ്പോൾ അവർക്ക് അതിൻ്റെതായ ഒരു വ്യത്യാസം ഉണ്ടാവും. അതിന് നമ്മുടെ രക്ഷാകർത്താക്കൾ തയ്യാറാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, നമ്മുടെ ഈ ക്ഷേത്രം ഇവിടുത്തെ ശാഖാസമിതികളിലെയോ മറ്റേ ഏതെങ്കിലും ഒരു ഇതിൻ്റെ അല്ല, മുഴുവൻ നാട്ടുകാരുടെയും പ്രയത്നത്തിന്റെ ഫലമാണ്. 100 രൂപ മുതൽ ലക്ഷക്കണക്കിന് രൂപ വരെ തന്നെ പല ആൾക്കാരും നമ്മുടെ നാട്ടിലുണ്ട്. എല്ലാവരെയും ഒരുപോലെ കണ്ട്, എല്ലാവരെയും ഒപ്പം നിർത്തി, എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ നിലയിലെത്തിയത്. തുടർന്നും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ കിടക്കുകയാണ്. നമ്മുടെ ഈ സമാപന സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ പ്രൊഫസർ ശ്രീ രാഘവൻ സാർ, അദ്ദേഹം കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ കൊല്ലം ജില്ലാ പ്രസിഡന്റാണ്. അദ്ദേഹത്തിനെ ഞാൻ ഹാർദവമായി എൻ്റെ കൃതജ്ഞത അറിയിച്ചുകൊള്ളുന്നു. അടുത്തായിട്ട് NR മധുച്ചേട്ടനാണ്. അദ്ദേഹം നേരത്തെ അരുൺ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു,
നമ്മുടെ ഈ അപർണോത്സവത്തിൻ്റെ പേര് മുതൽ നമ്മുടെ ദേവിയുടെ വിഗ്രഹം കുത്തുന്നത് മുതൽ എല്ലാ കാര്യത്തിലും നമ്മോടൊപ്പം നിന്ന് എല്ലാ കാര്യത്തിലും നിന്ന ശ്രീ NR മരിച്ചേട്ടനെ എൻ്റെ പേരിലും പുതിയടുത്ത ശാഖാസമിതിയുടെ പേരിലും ഈ കൂടിയിരിക്കുന്ന സജ്ജനങ്ങളുടെ പേരിലും കൃതജ്ഞത അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സംസ്ഥാന സമ്പർക്ക പ്രമുഖ് പ്രൊഫസർ ശ്രീ നാരായൺജിയെ ഞാൻ എൻ്റെ പേരിലും ശാഖാസമിതിയുടെ പേരിലുള്ള കൃതജ്ഞത അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെയൊക്കെ സഹപ്രവർത്തകൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഉണ്ണിപ്പിള്ള സാറ് അമ്പലത്തിൽ വരാത്ത ദിവസമില്ല. സാധാരണ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ വലിയ വലിയ ക്ഷേത്രങ്ങളിലാണ് ഈ ആൾക്കാർ ദിവസേന രാവിലെ വരുന്നത്. അടഞ്ഞു കിടക്കുന്ന അമ്പലത്തിലൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും ആരും വരാറില്ല. പക്ഷേ ഉണ്ണിപ്പിള്ള സാർ ഇവിടെ 2 ആഴ്ച കൂടുമ്പോൾ ഇവിടെ വരും. ഞങ്ങൾ എന്തുവാ ചെയ്യുന്നതെന്ന് നോക്കാനും എപ്പോഴും അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ചുമ്മാതെ മെസ്സേജ് ഇട്ട് സിമെന്റ് വേണം, കട്ട വേണം, കമ്പി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളിതൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനാണ് ഞാൻ വരുന്നതെന്ന് അദ്ദേഹം തമാശ രൂപത്തിൽ പറയാറുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം വന്ന് നോക്കുമ്പോൾ നമ്മൾ ആ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ കാണുമ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷമാണ്. നിങ്ങൾ ഇതിനു വേണ്ടി ഒരുപാട് പ്രയത്നിക്കുന്നു, അതിനുള്ള സപ്പോർട്ടും സഹകരണം അദ്ദേഹം തരുന്നുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ഡോക്ടറേറ്റ് കിട്ടിയതിൽ ഏറ്റവും അധികം സന്തോഷിക്കും, നമ്മളെല്ലാവരും സന്തോഷിക്കുകയാണ്. കാര്യം നമ്മുടെ നാട്ടുകാരനായ ഡോക്ടറേറ്റ് അപ്പോൾ ഡോക്ടർ ശ്രീ മഠത്തിൽ ഉണ്ണിക്കൃഷ്ണൻ സാറിനെ എൻ്റെ പേരിലും ശാഖാ സമിതിയുടെ പേരിലുമുള്ള കൃതജ്ഞത അറിയിച്ചുള്ളൂ. അടുത്തായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ എത്തിയ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ കൊല്ലം ജില്ലാ സംഘചാലക് ശ്രീ R മോഹൻജിയെ എൻ്റെ പേരിലും ക്ഷേത്ര സമിതിയുടെ പേരിലുമുള്ള കൃതജ്ഞത അറിയിച്ചുള്ളത്. ഇന്ന് ഇവിടെ എത്തിയ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ കൊല്ലം ജില്ലാ കാര്യവാഹ് ശ്രീ ജയറാംജിയെയും എൻ്റെ പേരിലും ശാഖാസമിതിയുടെ പേരിലുമുള്ള കൃതജ്ഞത അറിയിക്കുന്നുള്ളൂ. അതോടൊപ്പം തന്നെ നമുക്ക് കഴിഞ്ഞ 10 ദിവസങ്ങളായി നമ്മുടെ ക്ഷേത്രത്തിൽ നമുക്ക് ആഹാരം പാചകം ചെയ്തു തരികയും നമ്മളോടൊപ്പം ഒരു പാചകക്കാരനായിട്ടല്ല, നമ്മുടെ ഒരു ശാഖാസമിതി അംഗമായിട്ട് നമ്മളോടൊപ്പം നിന്ന് വേണ്ടുന്ന കാര്യങ്ങൾ പറയുകയും അത്യാവശ്യം ചെലവൊക്കെ ചുരുക്കി നല്ല ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ഏവർക്കും കഴിഞ്ഞ 10 ദിവസമായി വളരെ നല്ല രീതിയിൽ ഭക്ഷണം ഒരുക്കി തരുന്ന ശ്രീ ഹരി എന്ന് വിളിക്കുന്ന അദ്ദേഹത്തെ ഞാൻ സ്നേഹപൂർവ്വം കൃതജ്ഞത അറിയിച്ചുകൊള്ളുന്നു. നമുക്ക് ലൈറ്റ് ആൻഡ് സൗണ്ട് എഴുതുന്ന ലക്ഷ്മി സൗണ്ട് നമ്മുടെ ഈ പന്തല് നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു, നമ്മുടെ ഈ പരിപാടി ഒരു നല്ല രീതിയിൽ നടത്തണം, വേണമെങ്കിൽ നമുക്ക് ഷീറ്റൊക്കെ ഇട്ട് ചെറിയ വെള്ളയൊക്കെ പിടിച്ച് നമുക്ക് ചെലവ് ചുരുക്കി ചെയ്യാമായിരുന്നു. പക്ഷേ അപർണോത്സവം എന്ന പേരിൽ കൂടി തന്നെ നമ്മൾ നിശ്ചയിച്ചായിരുന്നു ഇതൊരു ഗ്രാമോത്സവമാണ്, ഗ്രാമത്തിലെ മുഴുവൻ ആൾക്കാർ വരുമ്പോൾ അത്തരത്തിലുള്ളൊരു പരിപാടി ഉണ്ടാകണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഇത്രയും വലിയൊരു പന്തലൊക്കെ ഇവിടെ വെച്ചത്. അത് കായംകുളത്തുള്ള അലങ്കാർ കാറ്ററിംഗ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെയാണ്. അദ്ദേഹത്തിനും ശാഖാസമിതിയുടെ പേരിലുള്ള ഞാൻ കൃതജ്ഞത അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പം നമുക്കിവിടെ 10 ദിവസം നമ്മുടെ ദേവിയുടെ പ്രതിഷ്ഠാ കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചെണ്ടമേളം നൽകിയ ശ്രീ ബാബു ചേട്ടൻ 10 ദിവസവും നമുക്ക് ദീപാരാധന സംബന്ധിച്ച് വെടിക്കെട്ട് ചെയ്ത അലക്സ് അച്ചായൻ, നമുക്ക് നമ്മളോടൊപ്പം നിന്ന് നമുക്ക് എവിടെയൊക്കെ മൈക്ക് കെട്ടണം, ഓരോ സ്ഥലത്തുനിന്ന് ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, ചിലർക്ക് സൗണ്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തൊക്കെ നമ്മളോടൊപ്പം നിന്ന് നമ്മളെ സഹായിച്ച ബിജു സൗണ്ടിൻ്റെ ശ്രീ ബിജുവിന് ക്ഷേത്ര സമിതിയുടെ പേരിലുള്ള കൃതജ്ഞത അറിയിക്കുകയാണ്. അടുത്തായിട്ട് പറയേണ്ടത് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ ഞങ്ങളൊക്കെ വരുന്നതിന് മുമ്പ്, ഞങ്ങളൊക്കെ വന്നിട്ട് 10 വർഷമായുള്ളൂ, കഴിഞ്ഞ 40 വർഷക്കാലമായി ബാലാലയം വരുന്നതിനും അതിനു മുമ്പ് മുതലേ ഈ ക്ഷേത്രത്തിൽ അന്തിത്തിരി കത്തിക്കുന്ന ഞങ്ങളെ ഏറെ പ്രിയങ്കരിയായ ഞങ്ങളുടെ എല്ലാവരുടെയും അമ്മ ശ്രീ സുമതി അമ്മ, സുമതി അമ്മയെ ശാഖാസമിതിയുടെ പേരിലും എൻ്റെ വ്യക്തിപര പേരിലുള്ള കൃതജ്ഞത അറിയിച്ചുകൊള്ളുന്നു. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇവിടെ നമ്മുടെ ഈ കഴിഞ്ഞ 10 ദിവസമായി നടക്കുന്ന അപർണോത്സവം പരിപാടിയിൽ നമ്മുടെ അന്നദാന പന്തലിൽ നമ്മളോടൊപ്പം നിന്ന് ഏത് കാര്യത്തിനും ഒപ്പം നിൽക്കുകയും നിങ്ങൾ വിളമ്പണ്ട ഞങ്ങൾ വിളമ്പിക്കോളാം, ഞങ്ങൾക്കും എന്തെങ്കിലും പണി വേണമെന്ന് പറഞ്ഞ് പിടിച്ചു മേടിച്ച് കഴിഞ്ഞ 9 ദിവസമായി നമ്മുടെ ഇവിടെ അന്നദാനം വിളമ്പുന്ന നമ്മുടെ മാതൃസമിതി അംഗങ്ങൾക്ക് ശാഖാസമിതിയുടെ പേരിലുള്ള കൃതജ്ഞത അറിയിച്ചുകൊള്ളുന്നു. കഴിഞ്ഞ 2 ദിവസം മുമ്പ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ദിനത്തിൽ നമ്മുടെ തൊട്ടടുത്തുള്ള മുത്താരമ്മൻ കോവിലിലെ കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞു, ചേട്ടാ ഞങ്ങൾക്ക് ഒരു ദിവസം മൊത്തം സേവനം ഞങ്ങൾക്ക് ചെയ്യണം, നിങ്ങൾ ആരും ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ്, നമുക്ക് മുഴുവൻ ആൾക്കാരും
ക്ഷേത്രത്തിൽ എത്തുകയും ഒത്തൊരുമിച്ച് പോകണമെന്നുള്ള ചിന്ത കഴിഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞു ശരി ആയിക്കോട്ടെ. അന്ന് രാവിലെ മുതൽ രാത്രി 1 മണി വരെ എല്ലാ പ്രവർത്തനങ്ങളും പാത്രം കഴുകിയും എല്ലാം വെച്ച് ക്ലീൻ ചെയ്ത് മൊത്തം കഴിഞ്ഞിട്ടാണ് അവർ പോയത്. ആ മുത്താരമ്മൻ ഭരണസമിതിക്ക് പുതിയടുത്ത് ശ്രീ പാർവതി ദേവി ക്ഷേത്ര ശാഖാസമിതിയുടെ പേരിലും എൻ്റെ പേരിലുമുള്ള കൃതജ്ഞത അറിയിച്ചുകൊള്ളുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ ക്ഷേത്രത്തിൽ ഒരു കിണറേ ഉള്ളൂ. അത് ശ്രീകോവിൽ അവിടെ നാലമ്പലത്തിനകത്താണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്ഷേത്രം പ്രതിഷ്ഠയായി കഴിഞ്ഞാൽ അതിനകത്ത് ജലം നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് 10 ദിവസം അന്നദാനമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം ജലം ആവശ്യമായിരുന്നു. ആ ഘട്ടത്തിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള വീടുകളിൽ നമ്മൾ ചെന്ന് പറയുകയും അവർ എടുത്തോളൂ എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ എല്ലാ വീട്ടിൽ നിന്നും നമുക്ക് ഒരു 5-6 കിണറിൽ നിന്ന് നമ്മൾ ജലം എടുക്കുകയുണ്ടായി. അതിനുവേണ്ടി മോട്ടറായാലും അതിൻ്റെ വേണ്ടുന്ന പൈപ്പായാലും ഏത് സമയത്തും എന്ത് കന്നാലും നമ്മോടൊപ്പം നിന്ന് കഴിഞ്ഞ 10 ദിവസമായി എനിക്ക് തോന്നുന്നു രാവിലെ മുതൽ രാത്രി 1 മണി വരെ നമ്മോടൊപ്പം നിൽക്കുന്ന പുണ്യാത്ത എന്ന് വിളിക്കുന്ന നമ്മുടെ ദിനേശ്, അദ്ദേഹത്തിന് ശാഖാസമിതിയുടെ പേരുള്ള നന്ദിയും കടപ്പാട് അറിയിച്ചിരുന്നു. അടുത്തായി നമ്മുടെ ഋഷിയാണ്, നമ്മുടെ വേരാണൂർ അമ്പലത്തിൻ്റെ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം. എനിക്ക് തോന്നുന്നു അവരുടെ ഉത്സവം നടക്കുമ്പോൾ പോലും ഇത്രയും ഇങ്ങനെ 10 ദിവസം ഒന്നും ഇങ്ങനെ ചെയ്യാറില്ലെന്ന് തോന്നുന്നു. പക്ഷേ നമ്മുടെ 1-ാം ദിവസം മുതൽ ഇന്ന് ഇതുവരെ നമ്മളോടൊപ്പം മുഴുവൻ സമയവും നിന്ന് നമ്മുടെ കവറേജ് എടുക്കുകയും ഇപ്പം നമുക്കറിയാം നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്, അതിനകത്തൊരു 10-600 പേരുണ്ട്. നമ്മൾ കാര്യങ്ങളൊക്കെ ഇടാറുണ്ടെങ്കിലും അതിലപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്നില്ലായിരുന്നു. പക്ഷേ ഋഷി കഴിഞ്ഞ 15 ദിവസമായി നമ്മൾ ഈ പ്രതിഷ്ഠാ ദിനം അടുത്ത 12 മുതൽ നല്ല കവറേജ് സോഷ്യൽ മീഡിയ വഴി നൽകുന്ന വഴി വളരെ ദൂരം നിന്ന് പോലും ആൾക്കാർ പുതിയടുത്ത് ക്ഷേത്രം അന്വേഷിച്ച് വരുന്ന ഒരു ഇതുണ്ടായി. അപ്പോൾ അതിനുവേണ്ടി അത്രയധികം പ്രവൃത്തി ചെയ്ത ശ്രീ എൻ്റെ സഹോദരനായ ശ്രീ ഋഷിക്ക് പുതിയടുത്ത് ശാഖാസമിതിയുടെ പേരുള്ള കൃതജ്ഞത അറിയിച്ചുള്ളൂ. ഒന്നുകൂടി വിട്ടുപോയി. നമ്മുടെ ഈ പ്രതിഷ്ഠാ മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 2000 പോസ്റ്റർ അടിച്ചിരുന്നു. അപ്പം ശാഖാസമിതികളെല്ലാം തിരക്കിലായിരുന്നു. എല്ലാവർക്കും പോസ്റ്റർ ഫ്ലക്സൊക്കെ ഞങ്ങൾ വെച്ചു. പക്ഷേ പോസ്റ്റർ ഒട്ടിക്കാൻ പറ്റാത്തൊരവസരത്തിൽ ചെറുപ്പക്കാരായ 3-4 കുട്ടികൾ വന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഞങ്ങൾ ഒട്ടിച്ചോളാം എന്ന് പറയുകയും ആ മുഴുവൻ പോസ്റ്ററും കൊണ്ടുപോയി നമ്മുടെ ക്ഷേത്ര പരിധി കഴിഞ്ഞും ഏകദേശം എനിക്ക് വന്ന കുണ്ട്ര, കണ്ണല്ലൂർ മുതൽ ശാസ്താംകോട്ട, മൈനാഗപ്പള്ളി മുതലങ്ങോട്ടുള്ള മുഴുവൻ മേഖലകളിലും ആൾക്കാർ ശ്രദ്ധിക്കുന്ന തരത്തിൽ പോസ്റ്റർ ഒട്ടിക്കുകയും ആ പോസ്റ്ററിലെ നമ്പർ കണ്ട് പലരും വിളിച്ചു, എന്താണ് ഈ അപർണോത്സവം, എവിടെയാണ് ഈ ക്ഷേത്രം എന്ന് വരെ ചോദിക്കുന്ന അവസ്ഥ ഉണ്ടായി. അപ്പോൾ ആ കുട്ടികളെയും ഈ സമയത്ത് ഞാൻ സ്മരിക്കുകയാണ്. അവർക്കും പുതിയടുത്ത് ശാഖാസമിതിയുടെ പേരിലുള്ള കൃതജ്ഞത അറിയിച്ചുകൊള്ളുന്നു. ഞാൻ എൻ്റെ ഓർമ്മയിൽ വന്ന മുഴുവൻ ആൾക്കാരെയും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായി സാദരം ക്ഷമിക്കുക. ഒരിക്കൽ കൂടി ഈ ക്ഷേത്രത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയ കാലം മുതൽ ഇന്നേ വരെ ഞങ്ങളോടൊപ്പം നിലകൊണ്ട ഈ നാട്ടിലെ മുഴുവൻ സജ്ജനങ്ങൾക്കും ഒരിക്കൽ കൂടി പുതിയടുത്ത് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി പുതിയടുത്ത് ശാഖാ സമിതിയുടെ പേരുള്ള കൃതജ്ഞത അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്തേ.